മുഹമ്മദ് നബി അള്ളാന്റെ പ്രവാചകനാണെന്ന് വാസ്തവീകരിക്കുക. ഇതാണ് റബ്ബിനോടുള്ള നീതി. ഇനി പടപ്പുകളുടെ നീതിയുണ്ട്. എന്ത് നീതിയാ? 2 കെട്ടിയാൽ അതിൽ ഇന്ന് ഇസ്ലാമിനെ പറ്റി കളിയാക്കുന്നത് എന്താണ്? 2 കെട്ടാൻ 4 കെട്ടാൻ അനുവാദം കൊടുക്കുന്നു എന്നുള്ളതാണ്. ഒന്ന് ചിന്തിച്ചേ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്ക്. 4 കെട്ടാനല്ല, 2 കെട്ടാനല്ല, ഒരു പെണ്ണ് കെട്ടുന്നതിൽ പോലും ഇസ്ലാം നിയമങ്ങൾ വെച്ചിട്ടുണ്ട്. ഒരു പെണ്ണ് കെട്ടുന്നതിൽ പോലും ഇസ്ലാം നിയമം വെച്ചിട്ടുണ്ട്. എന്ത് നിയമമാണ്? പഠിച്ചോളിൻ. ഒരു മനുഷ്യനെ, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന് വിവാഹം കഴിക്കാൻ ആഗ്രഹം ഉണ്ടായി, ആ വിവാഹം കഴിക്കുന്നതിൽ അവന് താല്പര്യമുണ്ട്, അവന് നല്ല ആരോഗ്യമുണ്ട്, അവളെ നോക്കാനുള്ള സാമ്പത്തികം അവന്റെ കയ്യിലുണ്ടെങ്കിൽ അവന് നിക്കാഹ് കഴിക്കാം. ഇസ്ലാം പഠിപ്പിച്ചതാണ്. 4 കെട്ടുന്നതിലല്ല പ്രിയപ്പെട്ടവരെ, 1 കെട്ടുന്നതിൽ പോലും ഇസ്ലാം നിയമം വെച്ചു. ആരോഗ്യമൊന്നുമില്ല, കല്യാണം കഴിക്കണ്ട. പൈസയൊന്നുമില്ല, നീ പെണ്ണ് കെട്ടണ്ട. ആഗ്രഹമല്ല, പിന്നെ പെണ്ണിട്ട കാര്യമില്ലല്ലോ. ആഗ്രഹമുണ്ട് ഉസ്താദെ, പൈസയില്ല, ആരോഗ്യമൊക്കെ ആവശ്യത്തിനുണ്ട്, പക്ഷെ പൈസയൊന്നുമില്ല. അള്ളാഹുവിന്റെ ദീൻ പറഞ്ഞ എന്താ? എന്ന മര്യാദയ്ക്ക് നോമ്പും പിടിച്ചിട്ട് പള്ളിയിൽ പോയിരുന്നു. നബി മുഹമ്മദ് മുസ്തഫ. ആഗ്രഹം ഉണ്ടായ പോലെ, ആഗ്രഹം ആർക്കും ഉണ്ടാവും. പക്ഷേ അവളെ പോറ്റാനും, അവൾക്ക് മഹർ കൊടുക്കാനും, അവൾക്ക് ആഹാരം വാങ്ങിക്കൊടുക്കാനും, കൊല്ലത്തിൽ 2 ജോഡി വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാനും കുറഞ്ഞത് പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. അപ്പൊ അതിനൊക്കെയുള്ള സാമ്പത്തികം നിനക്കുണ്ട് എങ്കിൽ നീ എന്ത് ചെയ്യണം? വിവാഹം കഴിക്കണം. ഇല്ലെങ്കിലോ നോമ്പ് പിടിച്ചിട്ട് നിന്റെ വികാരത്തെ ഉടയ്ക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. അതാണ്. 1 നിയമം വെച്ചിട്ടുണ്ട്. നീതി എന്ന് പറയുന്നത് ഒരു ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോൾ നീതി കൽപ്പിക്കണം, നീതി നടപ്പിലാക്കണം. പെണ്ണ് കെട്ടുമ്പോ 1-ലധികം ഭാര്യമാരുണ്ടെങ്കിൽ നീതി പുലർത്തണം. മക്കളുണ്ടെങ്കിൽ അതിൽ നീതി പുലർത്തണം. മാപ്പയും ഉമ്മയും ഉണ്ടെങ്കിൽ അതിൽ നീതി പുലർത്തണം. നമ്മുടെ ഉത്തരവാദിത്വങ്ങളിൽ നീതി ഉണ്ടാകണം നമുക്ക്. അത് എല്ലാരോടും, അയൽവാസികളുടെ നീതിയുണ്ട്, മറ്റുള്ള സമുദായത്തോട് നീതിയുണ്ട്, ഒക്കെ നമ്മൾ നീതി പുലർത്തുന്ന അള്ളാഹുവിന്റെ ഏറ്റവും വലിയ കൽപ്പനാവാചകം ഇതാണ്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ. അള്ളാഹു നിങ്ങളുടെ നീതി കൽപ്പിക്കാൻ, നീതി നടപ്പിലാക്കാൻ അള്ളാഹു കൽപ്പിക്കുകയാണ്. പടച്ചവനോടുള്ള നീതി എന്ന് പറഞ്ഞാൽ അവനോട് ഒരു വസ്തുവിനെയും പങ്കുചേർക്കാൻ പാടില്ല. മുഹമ്മദ് റസൂലുള്ളാഹ് അള്ളാന്റെ പ്രവാചകനാണ് മുഹമ്മദ് നബി എന്ന് മനസ്സിലാക്കുക. അത്ര മനസ്സിലാക്കുക ഇല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്ര അക്ഷരമുണ്ട്? നോക്കളെ പറയും. എത്ര അക്ഷരമുണ്ട്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്ര അക്ഷരമുണ്ട്? 12 അക്ഷരമുണ്ട്. 12 അക്ഷരങ്ങളാണ്. ഒരു കൊല്ലത്തിൽ എത്ര മാസമുണ്ട്? 3. 12 മാസം. ഒരു കൊല്ലത്തിൽ 12 മാസം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്ര അക്ഷരമുണ്ട്? 12 അക്ഷരം. മുഹമ്മദ് റസൂൽ എത്ര അക്ഷരമുണ്ട്? 12. 12 + 12 = 24. ഒരു ദിവസം എത്ര മണിക്കൂറുണ്ട്? 24 മണിക്കൂർ. 12 മാസക്കാലം അവന്റെ ജീവിതം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആകണം. 24 മണിക്കൂറും അവന്റെ പ്രവർത്തനം മുഹമ്മദ് റസൂലുള്ളാഹി ആകണം. എങ്കിലേ അവന് പരിപൂർണ്ണ മുസ്ലിം ആകും. ഇത് നീതിയാണ്. മാത്രമല്ല, അറബി ഗ്രാമറിൽ, അറബി കലാമിൽ ഇത്രയും വലിയ ഒരു വാചകത്തിൽ പുള്ളിയില്ലാത്തത് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹി മാത്രമാണ്. വേറെ ഏത് പരിശോധിച്ച് നോക്ക്, പുള്ളിയാണ്. ഇത്രയും വലിയൊരു വാചകത്തില് പുള്ളിയില്ലാത്ത, ഇത്രയും നീളമുള്ള വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന 2 വാചകങ്ങളാണ് അറബി ഗ്രാമറിൽ. വേറെ ഒരെണ്ണം നമുക്ക് കാണാൻ കഴിയില്ല. നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ മതി. ചെന്നിട്ട് ഓരോ ആയത്തുകളും പരിശോധിച്ച് നോക്കാൻ കാണാൻ കഴിയും. പുള്ളിയില്ലാത്ത വേറൊരു വാചകമില്ല പ്രിയപ്പെട്ടവരെ. എന്താണെന്ന് മനസ്സിലാകുന്നത്? ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ കാപട്യത്തിന്റെ പുള്ളി വരാൻ പാടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ച് ജീവിക്കുന്ന ഒരാൾക്ക്, മുഹമ്മദ് റസൂലുള്ളാഹി അനുസരിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് ഹൃദയത്തിൽ എന്ത് വരാൻ പാടില്ല? പുള്ളി വരാൻ പാടില്ല. പുള്ളിയില്ലാത്ത അക്ഷരങ്ങളാൽ യോജിപ്പിക്കപ്പെട്ട ഒരു വലിയ 2 വാചകങ്ങളാണ്. ഇല്ലേ? പുള്ളിയുള്ളതും ഇല്ലാത്ത അക്ഷരം ഇല്ലേ? അലിഫിന് പുള്ളിയില്ല, ബായിന് പുള്ളിയുണ്ട്, തായിന് 2 പുള്ളിയുണ്ട്, സായിന് പുള്ളിയുണ്ട്, ജീമിന് പുള്ളിയുണ്ട്, ഹായിന് പുള്ളിയില്ല, ഖായിന് പുള്ളിയുണ്ട്, ദാലിന് പുള്ളിയില്ല, ദാലിന് പുള്ളിയുണ്ട്, റായിന് പുള്ളിയില്ല, സായിന് പുള്ളിയുണ്ട്, സീനിന് പുള്ളിയില്ല, ഷീനിന് പുള്ളിയുണ്ട്, സ്വാദിന് പുള്ളിയില്ല, ലാദിന് പുള്ളിയുണ്ട്, ത്വായിന് പുള്ളിയില്ല, ലായിന് പുള്ളിയുണ്ട്, ഐനിന് പുള്ളിയില്ല, ഗൈനിന് പുള്ളിയുണ്ട്, ഫായിനും കാഫിനും പുള്ളിയുണ്ട്, കാഫിനും ലാമിനും മീമിനും പുള്ളിയില്ല, നൂനിന് പുള്ളിയുണ്ട്, വാവിന് പുള്ളിയില്ല, ഹായിന് പുള്ളിയില്ല, യാഇന് 2 പുള്ളിയുണ്ട്. അറബി അക്ഷര ഗ്രാമറിൽ, അറബി അക്ഷരങ്ങളിൽ പുള്ളി ഉള്ളതും ഇല്ലാത്തതുമായ
അക്ഷരങ്ങൾ അല്ലാഹു സൃഷ്ടിച്ചപ്പോ സഹോദരങ്ങളെ ഈ രണ്ട് വാചകങ്ങളാണ്, പുള്ളികളില്ലാത്ത രണ്ട് വലിയ വാചകങ്ങളെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇത് വിശ്വസിക്കുന്ന ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യന് നിഫാഖിന്റെ പുള്ളി വരാൻ പാടില്ല, കാപട്യത്തിന്റെ പുള്ളി വരാൻ പാടില്ല. അല്ലാഹു ആദ്യമായിട്ട് കൽപ്പിച്ചത് അതിലാണ്, നീതിയാണ്. റബ്ബിനോട് നീതിയുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. പടപ്പിനോട് നീതിയുണ്ട്, അതെങ്ങനെയാണ്? നീതി കൽപ്പിക്കലാണ്, നീതിയോടെ ജീവിക്കലാണ്. രണ്ടാമതല്ല പറയുകയാണ് വൽ ഇഹ്സാൻ. അല്ലാഹു തആല കൽപ്പിക്കുകയാണ് ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. ഇഹ്സാൻ കൊണ്ടല്ല കൽപ്പിക്കുകയാണ്. എന്താണ് ഇഹ്സാൻ എന്നറിയുമോ സഹോദരങ്ങളെ? റബ്ബിനോട് ഇഹ്സാൻ ഉണ്ട്, പടപ്പിനോട് ഇഹ്സാൻ ഉണ്ട്. 1000 വട്ടം ഞാൻ പറയുന്നു, ഒരാൾ അള്ളാന്റെ ബാധ്യതകൾ നിറവേറ്റിയാൽ മുസ്ലിമല്ല. അവൻ നിസ്കരിച്ചത് കൊണ്ട് മുസ്ലിമല്ല, നോമ്പ് പിടിച്ചത് കൊണ്ട് മുസ്ലിമല്ല, ഹജ്ജിന് പോയത് കൊണ്ട് മുസ്ലിം ആകുന്നില്ല. യഥാർത്ഥ മുസ്ലിം ആകണോ അവനവന്റെ അയൽക്കാരന്റെ വിഷയം പരിഗണിക്കുക, അവന്റെ മാതാവിന്റെ പിതാവിന്റെ കാര്യം പരിഗണിക്കുക, അവന്റെ ഭാര്യയുടെയും പൊന്നുമക്കളുടെയും വിഷയങ്ങൾ പരിഗണിക്കുക, അവന്റെ സമൂഹത്തിന്റെ അവന്റെ ആ സൊസൈറ്റിയിലുള്ള ആളുകളെ പരിഗണിക്കുക. എങ്കിലേ അവന് മുസ്ലിമാകാൻ കഴിയൂ. സഹോദരങ്ങളെ, അമുസ്ലിമിനോട് പെരുമാറേണ്ട പെരുമാറ്റ രീതികൾ ചൊവ്വാകുമ്പോഴാണ് ഒരാളെ മുസ്ലിമാകുന്നത്. അല്ലാതെ ഒരിക്കലും എന്റെ പ്രിയപ്പെട്ടവരെ മുസ്ലിമാകൂല. അതുകൊണ്ട് പഠിച്ചു വെച്ചോ, ഇഹ്സാൻ റബ്ബിനോടുണ്ട്. എങ്ങനെയാണ്? അനതഅബുദല്ലാഹ കഅന്നക തറാഹു വ ഇൻ ലം തകുന തറാഹു ഫഇന്നഹു യറാക. റസൂലുള്ള പറഞ്ഞു എങ്ങനെയാണ് ഇഹ്സാൻ റബ്ബിനോട് കാണിക്കേണ്ടത്. ഒന്ന് ശ്രദ്ധിക്കേണ്ട പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഒരാളെ പണിക്ക് നിർത്തി, നമ്മുടെ വീടിന്റെ മുറ്റമൊക്കെ ഒന്ന് പുല്ല് പറിക്കാൻ വേണ്ടി ഒരാളെ നിർത്തി. നമ്മൾ കസേര കോലായിൽ വലിച്ചിട്ട് നമ്മൾ ഇരുന്നാൽ ഈ പണി ചെയ്യുന്ന ആള് നല്ലതുപോലെ പണി ചെയ്യൂലേ? നമ്മളില്ലെങ്കിലോ അവൻ ഇരുന്ന് സിഗരറ്റ് ഒക്കെ വലിച്ച് അവനിരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് ഫോണൊക്കെ ചെയ്ത് എന്ത് ചെയ്യും? അങ്ങനെ ജോലി ചെയ്യാ. അല്ലെങ്കിൽ നമ്മൾ ഉണ്ടെന്ന് കണ്ടാലോ നല്ല സൂക്ഷ്മതയോടെ കാര്യങ്ങൾ പെട്ടെന്ന് ടപ്പ പണി അങ്ങ് തീരുക, ജോലി പെട്ടെന്ന് അങ്ങ് ചെയ്യാൻ. ഇനി അത് തൊട്ടു മുമ്പിൽ ഉണ്ടാകുമ്പോഴാണ്, ഇനി തൊട്ടു മുമ്പിൽ യജമാനനില്ല, മുതലാളി മുമ്പിലില്ല, പക്ഷെ അയാള് ഒരു ക്യാമറ ഫിറ്റ് ചെയ്തിട്ട് അകത്തിരുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ. അയാളെ തൊട്ടടുത്തില്ലെങ്കിലും ക്യാമറ വെച്ചിട്ട് അയാൾ അകത്തെ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കാൻ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നല്ലപോലെ ജോലി ചെയ്യണം. കാരണം അയാൾ മുമ്പിലില്ലെങ്കിലും വേറെ സ്ഥലത്തിരുന്ന് കാണുകയാണല്ലോ. എന്നതുപോലെയാണ് നീ അള്ളാഹു നിന്റെ മുമ്പിലുള്ളതുപോലെ, നീ റബ്ബിനെ കാണുന്നത് പോലെ നീ ഇബാദത്ത് എടുക്ക്. വൈലം തക്കുൻ തറാഹു, നീ അവനെ കണ്ടില്ല എങ്കിലും ഫൈനഹു യറാക്ക്, അവനത് കണ്ടുകൊണ്ടിരിക്കാൻ. അപ്പൊ നമ്മുടെ ഇബാദത്ത് നമ്മൾ അള്ളാഹുവിനെ കാണുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യുക? ഇബാദത്ത് എടുക്കുക. എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്ന ഒരാൾ റബ്ബ് അടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാൻ, ആ ഒരു ചിന്തയിൽ നിസ്കരിക്കുക. നമ്മുടെ നിസ്കാരത്തിന് മാറ്റം ഉണ്ടാവും. മദ്യപിക്കാൻ പോവാൻ ആരുമില്ല, കുപ്പി കയ്യിൽ കിട്ടി, അച്ചാറൊക്കെ റെഡിയായി, നമ്മൾ അതിന്റെ ആ കുപ്പിയുടെ ആ ക്യാപ്പിളക്കാൻ പോകുന്ന സമയത്ത് അള്ളാഹു എന്റെ മുമ്പിൽ നിൽക്കാണ്, പടച്ചോത് കണ്ടോണ്ട് നിൽക്കാണ്. തൊണ്ടയ്ക്ക് താഴെ ഒരു തുള്ളി വെള്ളം ഇറങ്ങാത്തൊരവസ്ഥ അള്ളാഹു സൃഷ്ടിച്ചു കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ ആരാണ് അതിനൊരു ശമനം വരുത്താനുള്ളത്? റബ്ബല്ലാതെ. ആ ഒരു ചിന്തയുള്ളവന് പിന്നെ കുപ്പി പൊട്ടിക്കുവോ? ഇല്ല. അപ്പൊ അള്ളാഹുവിനെ കാണുന്നത് പോലെ ഇബാദത്ത് എടുക്കുക. അതാണ് ഇഹ്സാൻ. അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം തരട്ടെ. ഇനി സൃഷ്ടിയോടുള്ള ഇഹ്സാൻ ഉണ്ട്. അതെങ്ങനെയാണ്? ആദരവായ പ്രവാചകന് പറയുകയാണ്, ഇവിടെ ചിന്തിക്കണേ ഹൈന്ദവ സഹോദര, ഇവിടെ ചിന്തിക്കണേ ക്രിസ്ത്യാനിയായ പെങ്ങളെ, ചിന്തിക്കണേ സഹോദരങ്ങളെ. റസൂലുള്ള ഞങ്ങളോട് പറഞ്ഞത്, ഞങ്ങളോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താണെന്നറിയുമോ? അനതുഹിബ്ബലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി നീ ആഗ്രഹിക്കുക. എന്താഗ്രഹിക്കുക? നിനക്കെന്ത് ആഗ്രഹിക്കുന്നുവോ ജനങ്ങൾക്ക് വേണ്ടി കൊതിക്കുക. ഇവിടെ മുസ്ലിമിനെ ആഗ്രഹിക്കുമെന്ന് റസൂല് പറഞ്ഞില്ല, മുസ്ലിമിന് നീ എന്താഗ്രഹിക്കുമെന്ന് പറഞ്ഞില്ല. നിന്റെ മനസ്സിൽ നീ എന്ത് കൊതിക്കുന്നുവോ അത് മുസ്ലിമിന് കിട്ടട്ടെ എന്ന് റസൂല് പഠിപ്പിച്ചില്ല. നബി തങ്ങൾ പറഞ്ഞതെന്താണ്? നീ മനസ്സിൽ എന്ത് കൊതിക്കുന്നുവോ അത് ജനങ്ങൾക്ക് കിട്ടട്ടെ എന്നാണ്. അത് മുസ്ലിം എന്നല്ല, ക്രിസ്ത്യാനി എന്നല്ല, ഹിന്ദു എന്നല്ല, എല്ലാവർക്കും കിട്ടട്ടെ. അതുകൊണ്ടാണ് മുസ്ലിം, നിങ്ങൾ നോക്ക്, പാവപ്പെട്ട ഹരിയാനയിലെ പാവപ്പെട്ട ചെറുപ്പക്കാരെ എത്രയോ സ്ഥലങ്ങളിലാണ് ഒരു മൃഗത്തിന്റെ പേരിൽ തല്ലിക്കൊന്നത് ഒരാളും ചോദിക്കാനില്ല.
പട്ടാപ്പകല് എന്റെ സഹോദരങ്ങളെ പരിശുദ്ധ റമളാൻ മാസത്തിൽ പോലും പഞ്ചഗവ്യ കഴിപ്പിച്ചു ഇല്ലേ? ഒട്ടകത്തിന്റെ പിന്നെ പശുവിന്റെ ചാണകം, പശുവിന്റെ മൂത്രം, പശുവിന്റെ പാല്, പശുവിന്റെ നെയ്യ് അടക്കമുള്ള അതുപോലെ വേറെന്തോ സാധനം, ഇതെല്ലാം കൂടി ഒരുമിച്ച് കൂട്ടുന്ന പഞ്ചഗവ്യ 5 സാധനങ്ങൾ കൂടി ഉണ്ടാക്കുന്ന പശുവിൽ നിന്നുണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രത്യേകതരം ഭക്ഷണം അത് കഴിപ്പിച്ചു. ആരെ? മുസ്ലിം സഹോദരങ്ങൾ, നോമ്പുകാരായ സഹോദരങ്ങളെ പട്ടാപ്പകല് പച്ചയ്ക്ക് നടു റോഡിൽ ഇരുത്തിയിട്ട് കഴിപ്പിച്ചു. എന്താ ചെയ്തതിന്റെ പേരിലാണ്? പശുവിന്റെ തുകൽ കച്ചവടം ചെയ്തു എന്നതിന്റെ പേരിൽ. ആരും ചോദിക്കാൻ വന്നില്ല, ഒരു പ്രശ്നം അതിന്റെ പേരിൽ ഉണ്ടായില്ല. അതേസമയം ഗുജറാത്ത് എന്ന് പറയുന്ന സംസ്ഥാനത്തില് പാവപ്പെട്ട ദളിത് വിഭാഗത്തിൽപ്പെട്ട സഹോദരങ്ങൾ, തുകൽ കച്ചവടക്കാരായ സഹോദരങ്ങൾ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് ഇന്ന് ആ നാട് പ്രതിഷേധത്തിന്റെ മുൾമുനയിലാണ്. എന്തുകൊണ്ടാണ്? മുസ്ലിം അല്ലാത്ത ഒരാൾക്കൊരു വിഷയം വന്നപ്പോൾ മുസ്ലിങ്ങൾ കൂടി അതിൽ രംഗത്ത് വന്നു. അവർക്കത് സഹിക്കൂല. കാരണം എന്താണ്? ഇഹ്സാൻ. നമ്മൾ എന്താഗ്രഹിക്കും അത് മറ്റുള്ളവർ കൂടെ കിട്ടണമെന്നുള്ള ഒരു മനസ്സിന്റെ ആഗ്രഹം, അതൊരു മോമിനിന്റെ ധാർമ്മിക രോഷമാണ്, ഒരു മോമിനിന്റെ ധാർമ്മികതയാണ്. അത് ഒരിക്കലും അവന്റെ ജീവിതത്തിൽ നിന്നും മാറ്റിവെക്കാൻ കഴിയില്ല. എങ്കിൽ അള്ളാഹു കൽപ്പിച്ച 2ാമത്തെ കാര്യമാണ് അൽ-ഇഹ്സാൻ. 3-മതല്ല പറയുകയാണ് വൈതാഇൽ ഖുർബാ. നിന്റെ ഏറ്റവും അടുത്ത ബന്ധുമിത്രാദികൾക്ക് നീ ധർമ്മം ചെയ്യണേ. നീ ഫിത്ർ സക്കാത്തിന്റെ അരി കൊടുക്കുന്നത് ആർക്കാണ് കൊടുക്കേണ്ടത്? നിന്റെ കുടുംബക്കാർക്ക് കൊടുത്താൽ അതിന് 3 പുണ്യമുണ്ടെന്നാണ് റസൂലുള്ള പഠിപ്പിക്കുന്നത്. 1 സദഖയുടെ കൂലിയാണ്, 2 കുടുംബബന്ധം ചേർത്തതിന്റെ കൂലിയാണ്, അതുപോലെ സഹോദരങ്ങളെ ഫിത്ർ സക്കാത്തിന്റെ കൂലിയാണ്. അങ്ങനെ ഏതൊരു കാര്യമായിരുന്നാലും നിന്റെ അടുത്ത ബന്ധുക്കൾക്ക് കൊടുത്താൽ 3 പുണ്യം കിട്ടുമെന്നാണ്. എന്തുകൊണ്ടാണ് ഇതിൽ ഖുർബാ? കുടുംബക്കാരെ നിങ്ങൾ ശ്രദ്ധിക്കണേ, കുടുംബക്കാരെ നിങ്ങൾ ചിന്തിക്കണേ, കുടുംബക്കാർക്ക് നിങ്ങൾ ഗുണം ചെയ്യണേ. ഇത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ഏറ്റവും വലിയ ഒരു ആജ്ഞാവാക്യമാണെങ്കിൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളോട്, സഹോദരിമാരോട് പറയുകയാ, മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ കൽപ്പനകളിൽ ഏറ്റവും വലിയ കൽപ്പന തന്നെയാണ്. ആ സമയത്ത് 3-മത് ചോദിക്കുകയാണ്, എന്താണ് മഹാനായ ഇബ്നു മസ്ഊദ് അല്ലാഹുവിന്റെ ഖുർആനിലെ ഏറ്റവും സാരസമ്പുഷ്ടമായ ആയത്ത് ഏതാണ്? ഏറ്റവും സാരസമ്പുഷ്ടമായ ആയത്ത് ഏതാണ്? 3-മത് ചോദിച്ചതാണ്. ഏറ്റവും സാരസമ്പുഷ്ടമായ ആയത്ത് ഏതാണ്? ഇനി ആകെ നമുക്ക് 45 മിനിറ്റ് മാത്രമേ ഉള്ളൂ. ആകെ നമുക്ക് 45 മിനിറ്റ്. ഏറ്റവും സാരസമ്പുഷ്ടമായ ആയത്ത് ഏതാണ്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. ആരാ? ഉമർ തങ്ങളുടെ സംഘത്തിലുള്ള ഒരു സാധാരണക്കാരൻ ചോദിച്ചു. നമ്മൾ എത്ര പേര് ഇൽമു പഠിക്കും? എത്ര പേര് ഇൽമു പഠിക്കാൻ തയ്യാറാകും? പള്ളിയിലെ ഇമാമ് നിസ്കാരം കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, എല്ലാവരും ഒന്ന് ഇരിക്കണേ, ഒരു കാര്യം പറഞ്ഞോട്ടെന്ന് പറഞ്ഞാൽ ആരായിരിക്കുക? നമ്മൾ എങ്ങോട്ടായി ഓടുന്നതിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ഇന്ന് വരെ നമുക്ക് നമ്മുടെ വിഷയങ്ങൾ പഠിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? നിക്കാഹിന്റെ സദസ്സില് പുതിയാപ്പള കല്യാണം കഴിക്കാൻ പോകുന്ന പുതിയാപ്പള സ്വർണ്ണം എടുക്കാൻ സമയമുണ്ട്, തുണി എടുക്കാൻ സമയമുണ്ട്, കല്യാണം വിളിക്കാൻ സമയമുണ്ട്, കൂട്ടുകാരൊപ്പം സെൽഫി എടുക്കാൻ സമയമുണ്ട്, ഒക്കെ സമയമുണ്ട്. പള്ളിയിലെ മഹലിലെ ഖത്തീബിന്റെ അടുത്ത് വന്നിട്ട്, ഉസ്താദേ ഈ പെണ്ണിന്റെ വാപ്പാന്റെ കൈ പിടിച്ചിട്ട് ഞാൻ എന്തൊക്കെ പറയുമല്ലോ, അപ്പോഴും ഞാൻ ആയി പോകാതെ ഇപ്പൊ നിങ്ങളൊന്ന് പറഞ്ഞു തരി എന്ന് പറഞ്ഞിട്ടൊന്ന് എഴുതിയെടുത്ത് പഠിക്കുന്ന എത്ര പുതുമാരനുണ്ട്, എത്ര പുതിയാപ്പളയുണ്ട്. ആ പുതിയാപ്പള അതിനൊന്നും തയ്യാറാവൂല. പക്ഷെ ഉസ്താദ് ഒരു വക്കത്ത് ഇല്ലാതെ വന്നു, ഭാര്യയ്ക്ക് വേറെ മുടക്കായിട്ട് വീട്ടിൽ പോയി, അല്ലെങ്കിൽ മക്കൾക്ക് സുഖമില്ലാതെ വീട്ടിൽ പോയെന്ന് കണ്ടാലും വന്നിട്ട് ഉടക്കുണ്ടാക്കുന്ന, പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകളാണ്. പക്ഷെ അവന്റെ ഒരു വിഷയം വന്നപ്പോൾ ചോദിച്ചു പഠിക്കാൻ നല്ല മനസ്സ് കാണിക്കാത്ത ചെറുപ്പക്കാര് എന്തിനാണ്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് റസൂലുള്ള പറഞ്ഞല്ലോ, ഇന്നല്ലാഹ യബ്ഗളു കുല്ല ജഅലരിൻ ജവ്വാലിൻ സഖാബിൻ ബിൽ അസ്വാഖി. എന്താ പറഞ്ഞേ? അള്ളാഹു ഏറ്റവും കൂടുതൽ കോപിക്കുന്ന ആരോടെന്നറിയോ? എന്റെ പെങ്ങന്മാര് പഠിച്ചോളി. അള്ളാഹു ഏറ്റവും കൂടുതൽ കോപിക്കുന്ന ആരോടാ കോപിക്കുന്നത്? അള്ളാഹ് ഏറ്റവും ദേഷ്യം ആരുടെ അടുത്താണ്? നമ്മൾ പറയും മറ്റവന്റെ അടുത്ത് അള്ളാഹ്ക്ക് ദേഷ്യം, അവന്റെ അടുത്ത് അവൻ പറയും നിങ്ങളുടെ അടുത്ത ദേഷ്യം. അങ്ങനെയല്ല, ഏറ്റവും ദേഷ്യം അള്ളാഹ്ക്ക് ഉള്ളത് ആരോടെന്നറിയോ? ആരോടാ? കുല്ല ജഅലരിൻ. അള്ളാന്റെ റസൂല് പറയുന്നു, അള്ളാഹ്ക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളത് ഏറ്റവും വലിയ കടുത്ത പ്രകൃതിക്കാരനോടാണ്. മുഖത്ത് നോക്കാൻ പറ്റൂല, മൃഗത്തിന്റെ നോട്ടമാണ്. ഒന്നും മിണ്ടാൻ പറ്റൂല, കാണ്ടാമൃഗത്തിന്റെ ശബ്ദമാണ്. ഒന്ന് ഇടപെടാൻ പറ്റൂല, അവൻ അത്രത്തോളം ചീറ്റപ്പുലികളെ പോലെ നിൽക്കുകയാണ്, അല്ലേ?
ഒരു മനസ്സിനൊരു തൃപ്തിയില്ല അവനെ കാണുമ്പോ. കടുത്ത എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി ചെല്ലുമ്പോ അവന്റെ മുഖത്തേക്കൊന്ന് നോക്കാൻ പോലും മറയ്ക്കുന്ന രീതിയിൽ കടുത്ത പ്രകൃതിക്കാരൻ, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തവനാ. രണ്ടാമത് റസൂലുള്ള പറഞ്ഞു, ജവ്വാലിൻ, തീറ്റിമാടൻ, തിന്നാൻ വേണ്ടി ജീവിക്കുന്നവനാ. ഞാൻ ഓർത്തു പോകുന്നത്, മുമ്പ് ഒരു സ്ഥലത്ത് പ്രസംഗത്തിന് മുമ്പെന്ന് പറഞ്ഞാൽ വളരെ മുമ്പൊന്നുമല്ല, ഒരു 6 മാസത്തിന് മുമ്പ് ഞാൻ അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആ വീട്ടിൽ പോകുമ്പോ എന്റെ അടുത്തൊരു സഹോദരൻ വന്നു ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മളെ കൂട്ടത്തിരിക്കാറുണ്ട്. അപ്പോ ആ കൂട്ടത്തില് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്ന ആ സഹോദരൻ എന്റെ അടുത്തിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇടത്തെ കയ്യില്, ഇവിടെ എന്താ പറയുന്നത് എനിക്കറിയില്ല, ഈ ചെറിയ പച്ചമുളക് ഉണ്ടല്ലോ, കാന്താരി മുളക് എന്ന് പറയുന്നത്, കാന്താരി മുളക് ഇടത്തെ കയ്യിൽ ഇരിക്കുകയാണ്. വലത്തെ കയ്യില് വലിയൊരു കോഴിയുടെ കാല് പൊരിച്ചത്, വലിയൊരു കോഴിക്കാല് കയ്യിലിരിക്കുന്നു, ഇടത്തെ കയ്യിൽ ചെറിയ കാന്താരി മുളകും. വല്ലാഹി നടന്ന കാര്യം പറയുന്നത്. ഇയാൾ ഈ കോഴിയുടെ കാലിൽ നിന്നൊരു കടി കടിക്കും, കാന്താരി മുളകിൽ നിന്നൊരു കടി കടിക്കും. അപ്പൊ ഞാൻ ചോദിച്ചത് എന്ത് പറ്റി? കൊളസ്ട്രോൾ അവസ്ഥ, കൊളസ്ട്രോൾ, ഭയങ്കര കൊളസ്ട്രോൾ. ഞാൻ പിന്നെ കോഴിയുടെ കാലം കളഞ്ഞാൽ പോരെ, അതില്ലാതെ ഭക്ഷണം ഇറങ്ങില്ല, അതില്ലാതെ ഭക്ഷണം കഴിക്കാൻ പറ്റൂല. തിന്നാൻ വേണ്ടി നമ്മൾ ജീവിക്കാൻ, അല്ലേ? തിന്നാൻ വേണ്ടി അങ്ങനെ തീറ്റിമാടനാകുന്ന ഒരാള് അള്ളാന്റെ റസൂല് പറയുന്ന അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തവനാണ്. തിന്നാൻ വേണ്ടിയല്ല ജീവിക്കേണ്ടത്, പിന്നെ എങ്ങനെ ജീവിക്കണം? ജീവിക്കാൻ വേണ്ടി തിന്നണം, ജീവിക്കാൻ വേണ്ടി തിന്നണം, തിന്നാൻ വേണ്ടി ജീവിക്കാൻ പാടില്ല. മൂന്നാമതല്ല വെറുക്കുന്ന ആളിനെ പറ്റി പറഞ്ഞു, സഹാബിൻ ബിൽ അസ്വാഖ്, കമ്പോളത്തിൽ വന്ന് പ്രശ്നമുണ്ടാക്കുന്നവനെ, കമ്പോളത്തിൽ വന്ന് പ്രശ്നമുണ്ടാക്കുന്നവര്, അവനെ നാട്ടിലെ കേടിയാണ്, നാട്ടിലെ റൗഡിയാണ്, നാട്ടിലെ തറവാടിയാണ്, ആ നാട്ടിലെ തെമ്മാടിയാണ്. എവിടെ പ്രശ്നമുണ്ടോ, അടിപിടിയുണ്ടോ, അവിടെ യവന്റെ പേര് ഉണ്ട്, യവൻ അത്രത്തോളം തെമ്മാടിയാണ്. സഹാബിൻ ബിൽ അസ്വാഖ്, കമ്പോളങ്ങളിൽ വന്ന് പ്രശ്നമുണ്ടാക്കുന്നവനാ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ജീഫത്തും ബില്ലൈൽ, രാത്രി അവനെ ശവമാണ് എന്ന് പറഞ്ഞാലും എന്തോരൊറക്കമാണ്. ഭാര്യ കുട്ടിയാലും എണീക്കൂല, ഭാര്യ കരച്ചിലാണ്, ഭാര്യ കരച്ചില. കാരണം എന്തേ? അവന് ശവം തന്നെയാണ്, ശവം തന്നെയാണ്. എഴുന്നേക്കൂല, അവന്റെ മക്കളുടെ കാര്യം നോക്കൂല, ഭാര്യയുടെ കാര്യം നോക്കൂല, ഒന്നാ കൂർക്കം വലിച്ച് ശവത്തെ പോലെ കിടക്കുകയാ. ആദരവായ പ്രവാചകൻ പറയുന്നു, പിന്നെ അവന്റെ പ്രത്യേകത എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഹിമാരിൻ പിന്നെ പകലിലാണെങ്കിലോ അവന് കഴുതയെ പോലെ പണിയെടുക്കുന്നവനാണ്. പണിയെടുക്കുന്നതിന് തടസ്സമില്ല, അവന് പണിയെടുക്കുന്നതിന് മടിയില്ല. എപ്പോഴോ കിലോ എടുത്ത് തലയിൽ വെച്ചാൽ ചുമന്നു കൊണ്ടുപോകും. അവൻ അതിന് നല്ല മടിയില്ലാത്തവനാണ്. രാത്രി വന്ന് ശവത്തെ പോലെ കിടക്കുന്നവനാ, തീറ്റയിലെ മുമ്പന്തിയില, എവിടെ പോയാലും അടിയുണ്ടാക്കുന്നോനാ. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂല് പറയുന്ന കടുത്ത പ്രകൃതിക്കാരനാണ്. നബി തങ്ങൾ പറയുന്നു, ദുനിയാവിന്റെ ഏത് കാര്യങ്ങളും അവനറിയാ, പക്ഷെ ആഖിറത്തിന്റെ ഒരു കാര്യവും അവനറിയില്ല. നിസ്കാരത്തിന്റെ ഫർള് ചോദിച്ചാൽ അവനറിയില്ല, ഒളമുറിയുന്ന കാര്യം ചോദിച്ചാൽ അവനറിയില്ല. പക്ഷേ ഒരു ചെറിയ വലിയൊരു മൊബൈൽ എടുത്ത് കയ്യിൽ കൊടുത്താൽ ബറാക് ഒബാമയും അവനും കൂടെ ഒരുമിച്ച് തോളിൽ കൈയിട്ട് കാങ്കോൽ പള്ളിക്കകത്തിരിക്കുന്നത് ഉണ്ടാക്കിയെടുക്കും. മൊബൈൽ കണ്ടിട്ടില്ലേ? ബറാക് ഒബാമയും അവനും കൂടി കാങ്കോൽ പള്ളിയിലെ ഹൗലിനകത്ത് ഒളു ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് അവന് മൊബൈലിൽ സെറ്റപ്പ് ആക്കി എടുക്കുക. കാര്യം എന്താ? നല്ല നൈപുണ്യമാണ് ആ വിഷയത്തിലൊക്കെ. ദുനിയാവിന്റെ എല്ലാ കാര്യത്തിലും അവന് നൈപുണ്യമുണ്ട്. പക്ഷെ ആഖിറത്തിന്റെ കാര്യം ചോദിച്ചാലോ, മോനെ ഒളു മുറിയുന്ന കാര്യം എത്ര? അത് അവനറിയില്ല. എത്ര പേർക്കറിയാം? എത്ര പേർക്കറിയാം? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പഠിക്കും. അള്ളാന്റെ പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും സാരസമ്പുഷ്ടമായ വാക്യം ഏതാണെന്ന് ഇബ്നു മസ്ഊദിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഏറ്റവും സാരസമ്പുഷ്ടമായ ഈ ഒരൊറ്റ പ്രസംഗം മതി. ഏത് പ്രസംഗം? എന്റെ പ്രസംഗമല്ല, ഇബ്നു മസ്ഊദ് തങ്ങൾ പറഞ്ഞ ആ ഒരു ആയത്ത് മാത്രം മതി ഒരാൾ നന്നാവാൻ. അത്ര വലിയ സാരസമ്പുഷ്ടമായ ആയത്ത് ഏതാണ്?
പഠിച്ചോളി. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഓതിക്കൊടുത്തു അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും സാരസമ്പുഷ്ടമായ ആയത്ത്, ഫമൻ യഅമൽ മിത്ഖാല ദർറത്തിൻ ഖൈറൻ യറാ വമൻ യഅമൽ മിത്ഖാല ദർറത്തിൻ ശർറൻ യറാ. അല്ലാഹു പറയുകയാണ്, ഫമൻ യഅമൽ മിത്ഖാല ദർറത്തിൻ ഖൈറാ, ആരെങ്കിലും ഒരു അണുമണി തൂക്കം നന്മ ചെയ്താ, ഒരു കടുകുമണിയെങ്ങാനും നന്മ ചെയ്താ, അല്ലാഹു പറയുന്നു യറഹു, അവൻ നാളെ പരലോകത്ത് അതിനെ കണ്ടുമുട്ടുന്നതാണ്. എന്റെ കാങ്കോലിൽ വന്നിരിക്കുന്ന ചെറുപ്പക്കാരാ, നിന്റെ കയ്യില് പള്ളിയുടെ കടം വീട്ടാന് കാശില്ല, നിന്റെ കയ്യിലാണെങ്കിലോ 10 രൂപ മാത്രമേ ഉള്ളൂ. ആ 10 രൂപ ആരും കാണാതെ ബക്കറ്റ് കൊണ്ട് വന്നപ്പോൾ അതിനകത്തിട്ട് പോയ ചെറുപ്പക്കാരാ, 5 2 രൂപയുടെ തൊട്ട് നിന്റെ നാണയമത്തൊട്ട് കയ്യിലിരിക്കുമ്പോ ആര് കാണാതെ ബക്കറ്റ് വന്നപ്പോ അതിനകത്ത് ഉപേക്ഷിച്ച എന്റെ പ്രിയപ്പെട്ട ഉമ്മ, മുത്തുനബി ലോകത്തോട് വിവരിച്ചു കൊടുക്കുകയാ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരു മൈക്രോഫോൺ പോലെ പറഞ്ഞു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ സാരസമ്പുഷ്ടമായ വാക്യം ഇതാണ്, ആരൊരാള് ചെറിയ ഒരു നന്മ ചെയ്താൽ നാളെ പരലോകത്ത് അവനത് കണ്ടുമുട്ടുക തന്നെ ചെയ്യുന്നതാണ്. നമുക്കറിയില്ല പ്രതിഫലത്തിന്റെ വ്യാപ്തി, നമുക്കറിയില്ല. ഇവിടെ 5000 ചോദിച്ചപ്പോ കൊടുത്തവര് ഇവിടെ 50,000 അല്ല ചോദിച്ചത്, ഇവിടെ വെറും ഒരു 10,000 ചോദിച്ചപ്പോ ഇന്നലെ 12ഓളം പേര് തന്നെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾ തരാൻ നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലാത്തതിന്റെ പേരിൽ നിങ്ങളൊരു 100 രൂപ തന്നിട്ട് പറയുന്നു, സാറേ എന്റെ കയ്യിൽ എന്റെ കാങ്കോല് പള്ളിയുടെ കടം വീട്ടാൻ എത്രയേ ഉള്ളൂ, മതി എന്റെ ചെറുപ്പക്കാരാ, മതി എന്റെ പെങ്ങളെ. ആ ഒരു രൂപ, 100 രൂപ, 10 രൂപ, 20 രൂപ, ഇതെല്ലാം നാളെ പടച്ചോന്റെ മുമ്പിൽ നമ്മളെ കണ്ടുമുട്ടാനുള്ളതാണ്. ഇനി ആയത്തിറങ്ങാനുള്ള കാരണം എന്തെന്നറിയോ? ഒരു പട്ടിണി പാവം വീട്ടുമുറ്റത്ത് വന്ന് കൈനീട്ടുമ്പോ ആ പട്ടിണി പാവമാണ് വീടിന്റെ മുമ്പിൽ വന്ന് കൈനീട്ടുന്നത്. പക്ഷെ കൈനീട്ടുന്ന വീട് എവിടെയാണ്? അതാരുടെ വീടാണ്? അതിനേക്കാൾ ദരിദ്രനാണ്. ഒന്നും അവിടെ നിന്ന് കൊടുക്കാനില്ല, ഒന്നും കൊടുക്കാനില്ല. ആ സമയത്താണ് പാവപ്പെട്ടവൻ ഒരു കാരക്ക എടുത്തു. ആകെ വീട്ടിനകത്ത് ശേഷിക്കുന്ന ഒരു കാരക്കയാണ്. ആ ഒരു കാരക്ക എടുത്തിട്ട് അതിനെ 4ആയിട്ട് കീറുകയാണ്. ഒന്ന് അയാൾക്കുള്ളതാണ്, ആ ഒരു 3 ഭാഗത്തിൽ ഒന്ന് തന്റെ പ്രിയപ്പെട്ട ഭാര്യക്കുള്ളതാ. പ്രിയപ്പെട്ട പൊന്നുമോൻ ഒരെണ്ണം കൊടുക്കണം, പിന്നെ ഒന്നുണ്ട്, അത് കൈനീട്ടി അരിച്ചവന്റെ കൈവെള്ളയിൽ വെച്ചു കൊടുക്കുകയാണ്. ചിന്തിക്കണേ സഹോദരങ്ങള്, വീട്ടിലും ഒന്നുമില്ലാത്തതിന്റെ പേരില് ആ പാവപ്പെട്ട സഹോദരന്റെ വീട്ടുമുറ്റത്ത് വന്ന് കൈനീട്ടി ആളിനെ മടക്കി വിട്ടില്ല. ഒരു ഈത്തപ്പഴം എടുത്തിട്ട് 4ആയി കീറിയിട്ട് ഒന്ന് അയാളെടുത്തു, ഒന്ന് വന്നവന് കൊടുത്തു, 2 കീറ് മകനും ഭാര്യയ്ക്കും വേണ്ടി മാറ്റിവെച്ചു. ഈ പാവപ്പെട്ട സഹോദരന് ഈ കൈനീട്ടിയവന് കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞിരുന്നെന്നറിയോ? അതാ ഇത് പ്രതിഫലമുള്ളതൊന്നുമല്ല. കാരണം നിനക്ക് വയറ് നിറച്ച് ഞാനൊന്നും തന്നില്ലല്ലോ, നിന്റെ വയറിന്റെ വിശപ്പ് മാറ്റിയിട്ട് ഞാൻ നിനക്ക് ഭക്ഷണം തന്നില്ലല്ലോ. ഈ കാരക്കയുടെ 4-1 നിനക്കെന്ത് കിട്ടാനാ? അതുകൊണ്ട് അല്ലാഹു ഇതിന് പ്രതിഫലമൊന്നും തരില്ലെന്ന് പറഞ്ഞു ഈ പാവപ്പെട്ടവന്റെ കൈവെള്ളയിൽ വെച്ചുകൊടുത്ത ഈത്തപ്പഴത്തിന്റെ 4-1 കീറ് കണ്ടപ്പോ അല്ലാഹു പറയുകയാണ്, ഫമൻ യഅമൽ മിത്ഖാല ദർറത്തിൻ ഖൈറൻ യറാ, ആരൊരാളും നന്മ അണുമണി തൂക്കും. ഒരു ഡോട്ട്, ഇന്റർനെറ്റ് യുഗമാണ്, ഒരു ഡോട്ട് ആരെങ്കിലും നന്മ ചെയ്താൽ നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ അത് കണ്ടുമുട്ടുക തന്നെ ചെയ്യുന്നതാണ്. ഒരു സംശയവും വേണ്ട. ചെറുതാണെങ്കിലും അല്ലാഹു അത് കണ്ട് അതിന് പ്രതിഫലം അല്ലാഹു തരുന്നു. നിങ്ങൾ ആലോചിച്ചേ സഹോദരിമാര്, ചിന്തിക്കും അത്ര വലുതാണോ ഉസ്താദെ അന്നത്തെ ഈത്തപ്പഴം? അല്ല, ഇന്നത്തെ ഈത്തപ്പഴത്തിന്റെ വലിപ്പം തന്നെ അന്നുള്ളത്. അവരങ്ങനാണ് പട്ടിണി കിടന്നത്. നമുക്കെന്നെ കൊണ്ട് പറ്റുമോ? നമുക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പറ്റുമോ? ഞാനൊന്ന് ചോദിക്കട്ടെ, ഒരു ഈത്തപ്പഴം കൊണ്ട് നമ്മളെ വീട്ടില് ഭർത്താവ് നോമ്പ് തുറന്നിട്ട് വീട്ടിൽ വരുമ്പോ ഈത്തപ്പഴം അങ്ങാനെടുത്ത് മുമ്പ് വെച്ചു കൊടുക്കാമെങ്കിൽ നിന്നെ ആദ്യം എടുത്ത് കരണ്ടി എറിയും. ശരിയല്ലേ? ഞാനൊന്ന് ചോദിക്കട്ടെ, നമുക്ക് കറി പോരാന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇന്നത്തെ കറി മോശമായിരുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? ഭാര്യമാർക്ക് സൂഹിക്കുന്ന ഒരു കാര്യം പറഞ്ഞുതരാൻ. ഭർത്താവ് വീട്ടിൽ വന്നിട്ട് അടിയുണ്ടാക്കി, കറി പോരാ. എന്താ കാര്യം? നിന്റെ കെട്ടിയോന് വിശപ്പില്ല, അത് തന്നെ കാര്യം.
നിന്റെ ഭർത്താവിന് വിശപ്പുള്ള ഒരാള് കറിയുടെ രുചി നോക്കാൻ നിൽക്കുവോ? പെട്ടെന്ന് വാരി വലിച്ച് തിന്നല്ലേ ഉള്ളൂ. മെത്ത പോരാ, കട്ടില് പോരാ, വിരിപ്പ് പോരാ, കാറ്റ് പോരാ എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? നിനക്ക് ഉറക്കം വരാത്തോണ്ട്. ബസ്സിൽ കയറി ഒരാള് കണ്ടക്ടർ അടുത്ത് മെത്ത വിരിക്കാൻ പറയൂ. ഉറങ്ങുമ്പോ നിന്നങ്ങ് ഉറങ്ങുകയല്ലേ ചെയ്യുന്നത്. കാരണം എന്താ? ഉറക്കം വന്ന പിന്നെ ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല. എവിടെയെങ്കിലും കിടക്ക, ഉറങ്ങുക. വിശന്ന് എന്താ ഉള്ളേടി? ഒന്നുമില്ല. എന്നാലും അത് പച്ചക്കറി ഇരിപ്പുണ്ട്, അതായാലും മതി, വെള്ളത്തിൽ മുക്കി ഉപ്പ് വെള്ളത്തിൽ മുക്കി കഴിക്കാൻ. കാര്യം എന്താ? നിനക്ക് വിശന്നപ്പോ നീ വേറൊന്നും ആലോചിച്ചില്ല. കറി പോരാന്ന് പറയുന്നവർ മനസ്സിലാക്കിക്കോളി, നിന്റെ ഭർത്താവിന് വിശന്നിട്ടില്ല. കിടക്ക പോരാന്ന് പറയുന്നവർ മനസ്സിലാക്കിക്കോളി, നിന്റെ കെട്ടിയോക്ക് ഉറക്കം വന്നിട്ടില്ല. അത് തന്നെയാണ് കാര്യം. എന്റെ പ്രിയപ്പെട്ടവരെ, വയറ് നിറച്ച ഭക്ഷണം കഴിക്കാൻ അന്നുള്ളവർക്കൊന്നുമില്ല. 3 മാസമാണ് അടുപ്പിന് തീ പുകയാത്തത്. പണ്ട് ഒരു സ്ഥാനാർത്ഥി ആദിവാസി ഊരി ചെന്നിട്ട് പറഞ്ഞു, ഞാൻ ജയിച്ചാൽ നിങ്ങൾക്ക് പുകയില്ലാത്ത അടുപ്പും കക്കൂസും തരാന്ന് പറഞ്ഞു. ആദിവാസി മുമ്പൻ ചോദിച്ചു, അടുപ്പ് പോകില്ലേ പിന്നെ കക്കൂസിന്റെ ആവശ്യം ഉണ്ടെന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിക്കും. അള്ളാഹുവിന്റെ റസൂലിന്റെ വീട്ടില് 3 മാസം 90 ദിവസം അടുപ്പിന് തീ പുകഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾ പറയാൻ 4 അടുപ്പുണ്ടായി കാണും, അതാണ് പുക വരാത്ത. അല്ല, ഈ 3 മാസക്കാലം വീട്ടിൽ 2 കറുപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏതൊക്കെയാണ്? പച്ചവെള്ളം, ഈത്തപ്പഴം. പച്ചവെള്ളം കറുപ്പോ? അതെ. തോൽപാത്രത്തിൽ പച്ചവെള്ളം എടുത്തു വെക്കുമ്പോ അതിന്റെ മുകൾ ഭാഗം കറുത്തിരിക്കും. ഈ 2 കറുപ്പല്ലാതെ ഒന്നുമില്ല. നേരം വെളുത്ത് ആയിഷയോട് ചോദിക്കും, ആയിഷ ഇന്ന് വല്ലതും കഴിക്കാണ്ടോ? ആയിഷ പറയും, നബിയെ ഇന്നൊന്നുമില്ല. ശരി, അൽഹംദുലില്ലാ, ഇന്ന് എനിക്ക് നോമ്പാ. ഇങ്ങനത്തെ ഒരു ഭർത്താവിന് എവിടെ കിട്ടും? ഭർത്താവിനെ കിട്ടിയാൽ തന്നെ ഇങ്ങനത്തെ ഭാര്യ എവിടെ കിട്ടും? ഇങ്ങനൊരു ഭാര്യ നിങ്ങൾ ആലോചിക്കുക. കല്യാണം കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്നിട്ട് പറയാ ഇന്നൊന്നുമില്ല കഴിക്കാനെന്ന് പറഞ്ഞാൽ, അവൾ അപ്പോഴേ വിളിക്കാൻ പറ്റുമെങ്കിൽ വിളിക്കില്ലെങ്കിൽ അപ്പോഴേ വാപ്പാക്ക് മെസ്സേജ് കൊടുക്കും, അല്ലേ? അങ്ങനെ സഹിക്കുന്ന, ക്ഷമിക്കുന്ന ദമ്പതികൾ സന്തോഷത്തോടു കൂടി പോകും. സന്തോഷത്തിലും സന്താപത്തിലും ഭർത്താവിനോടൊപ്പം നിൽക്കുന്ന ഭാര്യ അതാണ്. അല്ലാതെ എന്റെ സഹോദരങ്ങളെ, ഇന്ന് തമ്മിൽ കലഹവും പ്രശ്നങ്ങളുമാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം തരട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഒരു കാരക്ക എടുത്തിട്ട് 4 ആയിട്ട് കീറിയിട്ട് അതിൽ ഒരു ഭാഗം പല്ലിലൊട്ടാനല്ലേ ഉള്ളൂ, എങ്കിലും അത് അവർക്കൊരു വലിയൊരു മുതലായിരുന്നു. അവരുടെ ജീവിതത്തിന്റെ ബാക്കി പത്രം ഇത്രയാണ്. അത് നാളെ പരലോകത്ത് കാണും. ഞാൻ പറയുന്നു, നിങ്ങൾക്ക് 50,000 ഒന്നും കൊടുക്കണ്ട. ഇന്ന് അൽഹംദുലില്ലാ ഒരു സഹോദരൻ ബഹുമാനപ്പെട്ട തങ്ങളെ വിളിച്ചു പറഞ്ഞു, ഈ സംരംഭത്തിന് ഓൺലൈനിൽ ഇപ്പോഴും അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുക നമ്മുടെ പരിപാടി. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഈ കാങ്കോലിലെ പരിപാടി ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്തും 25,000 രൂപ ഒരു സാധുവായ സഹോദരൻ ഇവിടെ ഓഫർ ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഡ്രസ്സറിന് 10,000 രൂപ ഇന്നലെ എന്നോട് പറഞ്ഞു, ഉസ്താദ് എന്ന് പറഞ്ഞോളി. അൽഹംദുലില്ലാ. ഇത് കൊടുക്കുമ്പോഴും ഒന്നും കൊടുക്കാനില്ലാത്തവർ ചിന്തിക്കും, അല്ലാ എനിക്കിതിൽ പങ്കാളിയാകാൻ പറ്റൂലല്ലോ. പോട്ടെ, 100 രൂപ എന്റെ ഉണ്ട്, അത് കൊടുക്കുന്ന എങ്ങനെ? 5,000 കൊടുക്കേണ്ട 100 രൂപ കൊടുക്കുന്ന ബക്കറ്റ് കിടക്കട്ടെ, വിഷമിക്കണ്ട, നാളെ അതിന് പ്രതിഫലം ഉണ്ടാവും. അല്ല പറഞ്ഞു ഏറ്റവും വലിയ സാരസമ്പുഷ്ടമായ വാക്യം. അത് മാത്രമല്ല, ആരെ ചെറിയ തിന്മ ചെയ്യുന്നുവോ സംശയിക്കണ്ട മോള്. ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് അന്യപുരുഷന കൂടെ കൈപിടിച്ചോടിയ ചെറുപ്പക്കാരികൾ ഉണ്ടാകുമ്പോ, പ്രിയപ്പെട്ട ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് ഭാര്യ മറ്റൊരുത്തന്റെ കൂടെ കൈപിടിച്ച് ഓടുമ്പോൾ, അങ്ങനെയുള്ള പെണ്ണുങ്ങൾ നാളെ പരലോകത്തെ കടന്നു വരുമ്പോ, ഞാനൊരു കാമകന് മെസ്സേജ് എഴുതിയെന്ന് വെച്ചിട്ടല്ല എന്നെ ശിക്ഷിക്കൂല. എന്തുകൊണ്ടെന്നറിയുമോ? ഞാൻ ചെയ്യുന്നത് ചെറിയൊരു തെറ്റല്ലേ. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരാള് മുമ്പുണ്ടായിരുന്നു. അയാള് ചെറിയ ചെറിയ പാപങ്ങൾ ചെയ്തിട്ട് പറയുന്നവരെന്താണ്? അല്ലാഹു തആല ശിക്ഷ കൊടുക്കുന്ന, നരകം കൊടുക്കുന്ന തെറ്റെന്ന് പറഞ്ഞ അത് വലിയ വലിയ പാപങ്ങളാണ്, ചെറിയ ചെറിയ തിന്മകളല്ല. ഇങ്ങനെ ചിന്തിച്ചിരുന്ന ഒരാളുണ്ടായിരുന്നു. അയാൾക്ക് മറുപടിയായി പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെടുകയാണ്.
ആരുടെ ജീവിതത്തിൽ ഒരു ഡോട്ടർ അടുമണി തൂക്കമെങ്ങാനും തിന്മ വന്നുവോ നാളെ പരലോകത്ത് അവനെ കണ്ടുമുട്ടുക തന്നെ ചെയ്യുന്നതാണ്. സഹോദരങ്ങളെ, നമ്മളെ സൂക്ഷിക്കാനുള്ള ചെറിയ പാപങ്ങളാണ്, ചെറിയ പാപങ്ങളാ. ജീവിതത്തിൽ ഒരു ചെറിയ തിന്മ പോലും ചെയ്യാത്തവരുണ്ട്. നിങ്ങൾക്കറിയുമോ സഹോദരങ്ങളെ, ജീവിതത്തിൽ വലിയ സൂക്ഷ്മത പാലിച്ചിരുന്ന ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ ഓർക്കാൻ വേണ്ടി പറയുകയാ, സമസ്തയുടെ നേതാക്കന്മാരിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു നേതാവിനെ നിങ്ങൾക്കറിയുമോ സഹോദരങ്ങളെ? ഓപ്പറേഷൻ കഴിഞ്ഞ് കവളിലെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഡോക്ടർമാരെ കൊണ്ട് കിടത്തുകയാണ്. ആ ബെഡിൽ ഇങ്ങനെ കിടക്കുമ്പോ ഇടത്തെ കവളിലെ ഓപ്പറേഷൻ ചെയ്തതിന്റെ വേദന, അല്ലാഹുവേ, വലത്തെ കൈവെള്ളയിലെ മുഖം മുരട്ടി വെച്ചുകൊണ്ട് കിടക്കുമ്പോ ഇടത്തെ കൈകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വേദനയുള്ള ഭാഗത്ത് അദ്ദേഹം പൊത്തിപ്പിടിക്കുന്നത്. നല്ല ഭാഗത്ത് കൈവെള്ള, വലത്തെ കൈവെള്ളയിലെ തല വെച്ച് കിടക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനൊരു ചെറിയ തുണി കൊണ്ട് കൊടുക്കുകയാണ്. കവളിൽ നിന്ന് ഓടി വരുന്നതായ കവളിൽ നിന്ന് വരുന്നതായ രക്തത്തിന്റെ തുള്ളികളെ തുടച്ചു മാറ്റാൻ വേണ്ടിയിട്ട് കയ്യിരിക്കുന്ന ഒരു ചെറിയ തുണി കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ ആംഗ്യം കാണിക്കുകയാണ്, നിലത്ത് വെക്കാ. ആ പൊന്നുമോ വെച്ച സമയത്ത് ഇടത്തെ കൈകൊണ്ട് ആ തുണിയെടുത്ത് കവലിൽ നിന്ന് പൊടിഞ്ഞു വന്ന രക്തത്തുള്ളികളെ തുടച്ചു മാറ്റുകയാണ്. ആ പൊന്നുമോ ചോദിച്ചു, ഉപ്പാ, എന്തുകൊണ്ടാണ് എന്റെ കൈ കൊണ്ട് നിങ്ങൾ വാങ്ങാറ്റത്? ഞാൻ തന്നപ്പോ എന്തുകൊണ്ടാ നിങ്ങൾ വാങ്ങാറ്റത്? ആ സമയത്ത് അദ്ദേഹത്തിന്റെ മറുപടി എന്തെന്നറിയുമോ? ഒരാളൊരു സാധനം തരുമ്പോൾ ഈ വലത് കൈ കൊണ്ടാണ് വാങ്ങാനുള്ളത്, ഇടത്തെ കൈ കൊണ്ടല്ല വാങ്ങേണ്ടത്, വലത് കൈ കൊണ്ടാ വാങ്ങേണ്ടത്. പക്ഷെ എന്റെ വലത് കൈ എന്റെ കവിൾത്തടത്തിന് താങ്ങായിരിക്കുകയാണ്, എനിക്ക് എടുക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് ഇന്നും എന്റെ പ്രിയപ്പെട്ടവരെ ജീവിച്ചിരിക്കുന്ന ഒരു പണ്ഡിതനാ. നിങ്ങൾക്കറിയുമല്ലോ, ശൈഖുന അത്തിപ്പറ്റ ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ആ മഹാനുഭാവന് ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലെ ചെയ്യുന്നില്ല, ഒരു കറാഹത്ത് പോലെ ചെയ്യുന്നില്ല. വടക്കൻ ജില്ലകളിലെ പ്രസംഗത്തിന് വന്നപ്പോഴാണ്, അല്ലാഹുവേ, കേരളം നിലനിൽക്കുന്നത് ആരുടെ മിടുക്കുകൊണ്ടാണ്? രാഷ്ട്രീയ തമ്പുരാക്കന്മാരുടെ മിടുക്കുകൊണ്ടല്ല, രാഷ്ട്രീയ നപുംസകങ്ങളുടെ മിടുക്കുകൊണ്ടല്ല, മുതലാളിമാരുടെ മിടുക്കുകൊണ്ടല്ല, പിന്നെയോ പാണ്ഡിത്യത്തിന്റെ കുലപതിമാരായ വലിയ വലിയ ആരിഫീങ്ങളായ പണ്ഡിതന്മാര് ബാവാട് ഉസ്താദിനെ പോലെ സമസ്തയുടെ മുഷാവറ അംഗമാണ്. സഹോദരങ്ങള്, എന്തോ ഒരു വിനയമാണ്, എന്തോ ഒരു വിനയമാ. ഈ തിങ്കളമേടനും മുടങ്ങാതെ സുന്നത്ത് നോമ്പ് പിടിച്ച് ഇന്ന് സന്തോഷത്തോടെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനനുസരിച്ച് ജീവിക്കുന്ന പണ്ഡിതന്മാര് ഈ രാജ്യത്ത്, ഈ നാട്ടിലുള്ളത് കൊണ്ടാണ് അല്ലാഹു തആല ആപത്തുകൾ നമുക്ക് തരാത്തത്. അല്ലാതെ നമ്മുടെ സമ്പത്ത് കൊണ്ടല്ല, നമ്മുടെ അധികാരം കൊണ്ടല്ല, നമ്മുടെ മിടുക്ക് കൊണ്ടല്ല, നമ്മുടെ ആകാര സൗഷ്ഠവം കൊണ്ടല്ല, നമ്മുടെ ഭംഗി കൊണ്ടല്ല, പിന്നെയോ ഈ പണ്ഡിതന്മാരുള്ളത് കൊണ്ടാണ്. അല്ലാഹുവിനെ ശുക്ർ ചെയ്യുന്ന പണ്ഡിതന്മാരുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ടവര്. ഒരു കറാഹത്ത് പോലും ചെയ്യാതെ ജീവിക്കുന്നവരാ. ഞാൻ ഓർത്തു പോകുന്നത്, കൊല്ലം ജില്ലയിലെ തഴവ എന്ന പ്രദേശത്ത് പണ്ട് കാലങ്ങളിൽ വയലു പറഞ്ഞ തഴവ ഉസ്താദ്, ആ ഉസ്താദിന്റെ പേര് പറയാത്ത ഒരു വേദിയും ഇല്ലല്ലോ. ജീവിതത്തിൽ എത്ര സൂക്ഷ്മത പാലിച്ച മഹാനാണ്. വയലു പറയാൻ വേണ്ടിയിട്ട് വയലിനെ വിളിക്കാൻ സംഘാടകർ വരുമ്പോ ഇന്നും എന്റെ സഹോദരങ്ങളെ ഓർക്കേണ്ട വിഷയമാണ്. എത്ര ദിവസത്തെ വയലാണ് അത്? 5 ദിവസത്തെ വയലാണ്. മുട്ടപ്പറങ്ങിയിട്ട് ഓല പിടിച്ച് ചാച്ചിട്ട് അതിൽ നിന്നും ചീർക്കിലൊടിച്ചെടുത്ത് കറക്റ്റ് ബാഗിനകത്ത് വെച്ചുകൊണ്ടാ വയലിന് പോയത്. എന്തിനെന്നറിയോ? ആഹാരം കഴിച്ചിട്ട് പല്ല് കുത്താനാണ്. പള്ളിപ്പറമ്പിലെ ഓലയുടെ ഈർക്കിലെടുത്തിട്ട് പല്ല് കുത്തിയാൽ ക്യാൻസർ വരുമെന്ന് അൽ-മവാഹിബുൽ ജലിയ അദ്ദേഹത്തിന്റെ ഗ്രന്ഥസമാഹാരത്തിൽ എഴുതി വെക്കുമ്പോ അനുവാദമില്ലാതെ മറ്റൊരുത്തന്റെ പുരയിടത്തിലെ ഓലയിൽ നിന്ന് ഈർക്കിലടിച്ച് പല്ല് കുത്തിയ നാളെ റബ്ബിന്റെ മുമ്പിൽ സമാധാനം പറയേണ്ടി വരുമെന്ന് പേടിച്ചു പോയ ആദരണീയനായ തഴവ ഉസ്താദ് സ്വന്തം പുരയിടത്തിൽ നിന്ന് ഈർക്കിലടിച്ചിട്ടാണ് വയലിന് പോയത്. ആ വയല് പറഞ്ഞ മഹാരഥന്മാർ എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നാരൊക്കെ സൂക്ഷ്മതയുള്ളത്, ഇന്നാരുടെ ജീവിതത്തിലോ സൂക്ഷ്മതയുള്ളത്. ഇന്ന് നമുക്കൊരു സൂക്ഷ്മതയില്ല. പഠിച്ചു വെച്ചോ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, നീ ചെയ്യുന്ന ചെറുതാകട്ടെ വലുതാകട്ടെ നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ തുറക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസം അള്ളാഹുവിന്റെ മുമ്പിലെല്ലാം പരസ്യമാക്കപ്പെടും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ.
എല്ലാം പരസ്യമാക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, ചെറുതായിരുന്നാലും നമ്മൾ സൂക്ഷിക്കൂല. ചെറുത് പലിശ വാങ്ങൂല, വ്യഭിചരിക്കൂല, കള്ള് കുടിക്കൂല, അങ്ങനെയുള്ള തിന്മകളൊന്നും നമ്മൾ ചെയ്യൂല. അതൊക്കെ നമ്മൾ ഉപേക്ഷിച്ച് വളരെ സൂക്ഷ്മതയോടെ നമ്മൾ എന്ത് ചെയ്യും? ജീവിക്കും. പക്ഷേ ചെറിയ ചെറിയ പാപങ്ങളെ നമ്മൾ ഗൗനിക്കാറില്ല. ശരിയല്ലേ? പലിശ വാങ്ങൂല, വ്യഭിചരിക്കൂല, മദ്യപിക്കൂല, അതുപോലെ തന്നെ മറ്റൊന്നും നമ്മൾ ചെയ്യൂല. പക്ഷെ ചെറിയ ചെറിയ തിന്മകൾ അത് നമ്മൾ സൂക്ഷിക്കാറില്ല. എത്ര പേര് സൂക്ഷിക്കും? ഞാൻ ചോദിക്കട്ടെ, മുന്നോട്ട് തുപ്പുക കറാഹത്താണ്, വലതുഭാഗത്തേക്ക് തുപ്പുക കറാഹത്താണ്, ഇടത്തോട്ടും പിൻഭാഗത്തേക്കുമാണ് തുപ്പാനുള്ളത്. എത്ര പേർക്കറിയാം? ഞാൻ പറഞ്ഞ തഴവ ഉസ്താദ് വെള്ളം ദാഹിച്ചാൽ അദ്ദേഹം വെള്ളം കുടിക്കൂല. അങ്ങനെ വെള്ളം കുടിക്കേണ്ടി വന്നാൽ ഒരു മുട്ടായിയോ ഒരു പഴമോ എന്തെങ്കിലും ഒന്ന് കഴിച്ചതിന് ശേഷമാണ് അദ്ദേഹം വെള്ളം കുടിക്കുക. ചോദിച്ചതെന്താ കാര്യം? അള്ള പറഞ്ഞത് കുലൂ വഷ്റബൂ എന്ന്, തിന്നോളിയും കുടിച്ചോളിയും എന്ന്. അപ്പൊ ഒരു 0% പോലും വിശുദ്ധ ഖുർആനിന്റെ ആ ആയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ധന്യമാക്കിയ മുൻഗാമികൾ നമുക്ക് മുമ്പിൽ ജീവിച്ചു പോയി. നമ്മളാണെങ്കിലോ അത് കറാഹത്തല്ലേ ഉള്ളൂ. ഞാനിപ്പോ എന്താ പ്രശ്നം? തൊപ്പി വെച്ചില്ല നിസ്കരിക്കാൻ, ആരെ കറാഹത്തല്ലേ ഉള്ളൂ, അത് സുന്നത്തല്ലേ ഉള്ളൂ, എന്തിനാ ചെയ്യുന്നേ? ഇതല്ലേ നമ്മുടെ ചിന്ത. ഇങ്ങനെ എന്നിട്ട് ആയിഷ ബീവി ഒരു ഉദാഹരണം പറഞ്ഞു. എന്താണെന്നറിയോ? ഒരു വിജനമായ പ്രദേശത്ത് ചെന്നു നബിയും സഹാബത്തും ചെന്നിട്ട് നബി പറഞ്ഞു, ഇവിടെ ഒന്നുമില്ലല്ലോ, ഒന്നുമില്ല, നിങ്ങളൊന്ന് നടന്ന് കറങ്ങിയിട്ട് എന്ത് കൈ കിട്ടുമോ അതിവിടെ കൊണ്ടുവരാൻ പറഞ്ഞു. ഒരാൾ പോയി ഒരു ചെറിയ എല്ലും കഷ്ണം കിട്ടി, അത് കൊണ്ടുവന്ന് നബിയുടെ മുമ്പിൽ വെച്ചു. വേറൊരാൾ ഒരു ചെറിയ തടി കഷ്ണം കൊണ്ടുവന്നു, വേറൊരാൾ ചെറിയ വേറെന്തോ ഒരു സാധനം കൊണ്ടുവന്നു. ചുരുക്കി പറഞ്ഞാൽ പോയ എല്ലാവരും അവരവരുടെ കയ്യിൽ ഓരോ സാധനങ്ങൾ കൊണ്ടുവന്നപ്പോ അത് ഒരു വലിയ കൂമ്പാരമായി മാറി. എന്നിട്ട് നബിതങ്ങൾ ഇതിനെ ചൂണ്ടിയിട്ട് പറഞ്ഞു, നിങ്ങൾ സൂക്ഷിക്കാനുള്ളത് ചെറിയ പാപങ്ങളെയാണ്. കാര്യം എന്താണ്? ഈ ചെറിയ പാപങ്ങൾ ഇങ്ങനെ കുന്നുകൂടി കൂടി 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 ഹത്തായുഹ്കിർന, റസൂലുള്ള പറഞ്ഞു, ഒരു മനുഷ്യനെ നിസ്സാരമാക്കി കളയാൻ ചെറിയ പാപങ്ങൾക്ക് കഴിയും. വലിയ പാപങ്ങൾ വന്നാൽ നമ്മൾ സൂക്ഷിക്കുകയും പെട്ടെന്ന് തൗബ ചെയ്യുകയും നമ്മൾ ചെയ്യും. ചെറിയ പാപങ്ങൾ ആരും സൂക്ഷിക്കാറില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഏറ്റവും വലിയ സാരസമ്പുഷ്ടമായ ഈ ആയത്ത് വരെ നന്നാകാൻ ഒരാൾക്ക് ചെറുതാണെങ്കിലും എന്ത് നന്മ ചെയ്യോ നാളെ പരലോകത്ത് നമ്മളത് കാണും. ഒരു ചെറിയ തിന്മ ചെയ്താലും മതി, നാളെ റബ്ബിന്റെ മുമ്പിൽ അത് കാണിക്കപ്പെടും. എന്തായിരുന്നാലും നമുക്കത് അള്ളാന്റെ മുമ്പിൽ എത്തിയേ മതിയോ. അള്ളാഹു നമ്മളെ നല്ലവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി ഒരൊറ്റ കാര്യം, ഒരായത്തും കൂടെ ഞാൻ പറയാണ്. അതുകൂടെ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഏറ്റവും വലിയ നമ്മൾ ആഗ്രഹിക്കുന്ന പൈസ ഉണ്ടാക്കാനുള്ള ഒരു മാർഗം അതുകൂടെ ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞുതരാം. അതാണല്ലോ നമ്മുടെ വലുത്, പൈസ ഉണ്ടാക്കണം, ഉണ്ണണം, ഉറങ്ങണം, ഉണ്ണി ഉണ്ടാക്കണം. ഈ ചിന്തയല്ലാതെ വേറൊന്നുമില്ല. അങ്ങനെയല്ലേ? ഉണ്ണണം, ഉറങ്ങണം, ഉണ്ണി ഉണ്ടാക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൈസ ഉണ്ടാകാനുള്ള ഏറ്റവും നല്ലൊരു മാർഗം മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാം. അതിനു മുമ്പായി ഈ പണ്ഡിതനോട്, ഇബ്നു മസ്ഊദിനോട് ഒരാൾ ചോദിച്ചു, എന്നാ പരിശുദ്ധ ഖുർആനിൽ പ്രതീക്ഷയ്ക്ക് വകയുള്ള വല്ല ആയത്തുണ്ടോ? നമ്മളൊക്കെ നിന്നു പോകുന്ന ഈ ഒരു ആയത്തുള്ളത് കൊണ്ടാ. ഏതായത്താ? പ്രതീക്ഷയ്ക്ക് വകയുള്ള ഏതെങ്കിലും ഒരു ആയത്തുണ്ടോ? നമുക്ക് ആജ്ഞാവാക്യം, കൽപ്പനാവാക്യം, സാരസമ്പുഷ്ടമായ വാക്യം, ഏറ്റവും മഹത്വമുള്ള ആയത്ത്, ഇതൊക്കെ കേട്ടപ്പോ പടച്ചോനെ എന്താ ചെയ്യാ, നമ്മളൊക്കെ ഇനി എന്താ ചെയ്യാ? എങ്കിലും വല്ല പ്രതീക്ഷയ്ക്ക് വകയുള്ള ആയത്ത് വല്ലതുകൊണ്ടോ? ഇബ്നു മസ്ഊദ് തങ്ങൾ പറഞ്ഞു, ഉണ്ട്. ഏറ്റവും പ്രതീക്ഷയ്ക്ക് വകയുള്ള ആയത്ത് അല്ലാഹ് പറയുകയാണ്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. അല്ലാഹ് പറയുകയാണ്, യാ ഇബാദി, എന്റെ ദാസന്മാര്. ഇവിടെ ചിന്തിക്കേണ്ട വിഷയം ഞാനൊന്ന് പറഞ്ഞോട്ടെ. യാ ഇബാദി, എന്റെ ദാസന്മാരെ, എന്റെ ദാസന്മാരെ, എന്റെ ദാസന്മാരെ, എന്റെ ദാസന്മാരെ. അല്ലാഹ് വിളിക്കുന്ന വിളി എത്ര മനോഹരമാ! അല്ലാഹുവിന്റെ വിളി എത്രയോ മനോഹരമാണ്. ഈ അബ്ദ് എന്ന വാക്കിന്റെ മഹത്വം നിങ്ങൾക്കറിയോ? അല്ലാഹുവിന്റെ റസൂലിന് ഏറ്റവും വലിയ അനുഗ്രഹം അല്ലാഹ് കൊടുത്തതിൽ രണ്ടെണ്ണമുണ്ട്. അല്ലാഹ് കൊടുത്ത അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ രണ്ട് അനുഗ്രഹം, ഒന്ന് ഖുർആൻ, മറ്റൊന്ന് ഇസ്രാ മിഅ്റാജ്. ഇസ്രാ മിഅ്റാജും ഖുർആനും. ഈ ഇസ്രാ മിഅ്റാജിനെ പറ്റി അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞത് എന്ത് വാക്കും കൊണ്ടാ? സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി, അവന്റെ അടിമയുമായിട്ട് അല്ലാഹു തആല രാപ്രയാണം നടത്തി. രണ്ടാമത് ഏറ്റവും വലിയ അനുഗ്രഹം ഖുർആനാണ്.
ഈ ഖുർആൻ അല്ലാഹു തആല കൊടുത്തതിനെ പറ്റി ഖുർആൻ പറഞ്ഞത് എന്താ? അൽഹംദുലില്ലാഹില്ലദി അൻസല അലാ അബ്ദിഹിൽ കിതാബ്. അബ്ദ്, അള്ളാന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാക്ക് അബ്ദാണ്. റസൂൽ എന്ന് പറയുന്നതിനേക്കാൾ, നബി എന്ന് പറയുന്നതിനേക്കാൾ, ലോകത്തിന്റെ നേതാവെന്ന് പറയുന്നതിനേക്കാൾ റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടം ഒരു അടിമ എന്ന് പറയുന്നതാണ്. നമ്മളൊക്കെ ആണെങ്കിലോ സഹോദരങ്ങളെ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മളൊക്കെ ആണെങ്കിലോ നമുക്ക് ചെയ്യുന്ന ഒരാൾ നിസ്കരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ നിസ്കരിച്ചുകൊണ്ട് നിൽക്കുന്നതിന്റെ അടുത്ത് മറ്റൊരാൾ ഇരുന്ന് ഖുർആൻ ഓതുന്നു. മൂന്നാമൻ ഹൗളിൽ നിന്ന് ഒതുവെടുത്തോണ്ട് വരുന്നു. ഒതുവെടുത്തോണ്ട് വന്ന ആള് പള്ളിക്കകത്ത് കയറിയിട്ട് പറഞ്ഞു, ഓ ഇയാൾ എപ്പോഴും നിസ്കാരമാണല്ലോ. മറ്റേ നിസ്കരിച്ചുകൊണ്ട് നിൽക്കാൻ ഇയാളെ എപ്പോഴും നോക്കിയാലും നിസ്കാരമാണല്ലോ. അപ്പൊ ഖുർആൻ ഓതിക്കൊണ്ടിരുന്നയാള് ഖുർആൻ മടക്കിയിട്ട് പറഞ്ഞു, ശരിയാണ്, ഞാനും ഇയാളെ കാണുമ്പോ ഒക്കെ നിസ്കാരം തന്നെയാ എന്ന് പറഞ്ഞു. അപ്പൊ രണ്ടുപേരും തന്നെ പുകഴ്ത്തി പറഞ്ഞ കണ്ടപ്പോ അയാൾ പെട്ടെന്ന് കൈ അഴിച്ചിട്ട് പറഞ്ഞു, പിന്നെ എനിക്കിന്ന് സുന്നത്ത് നോമ്പും കൂടെ ഉണ്ടെന്ന്, എനിക്ക് നോമ്പും ഉണ്ടെന്ന്. അപ്പൊ രണ്ടുപേരെ തന്നെ പുകഴ്ത്തി പറഞ്ഞപ്പോ തനിക്കുള്ള ഗുണങ്ങളൊക്കെ പുറത്തോട്ട് ഛർദിക്കുന്ന ഒരു സ്വഭാവമാണ് നമുക്കുള്ളത്. അല്ലേ സഹോദരങ്ങള്? നമ്മൾ എവിടെ പോയാലും നമ്മൾ വലുതാകണമെന്നുള്ള ചിന്തയാണ്. അതല്ലേ അള്ളാഹുവിന്റെ റസൂലിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്തായിരുന്നു? ഞാൻ ഒരു അടിമയാണ് എന്ന് പറയുന്നതാണ് റസൂലിന് ഏറ്റവും വലിയ ഇഷ്ടം. ആ വാക്ക് അല്ലാഹു തആല ഖുർആൻ കൊടുത്തപ്പോ പറഞ്ഞ വാക്ക്, ഇസ്രാ മിഅ്റാജ് കൊടുത്തപ്പോ പറഞ്ഞ വാക്ക്, അതേ വേഡിൽ ഒരു മാറ്റവും വരുത്താതെ അല്ലാഹു തആല പാപം ചെയ്യുന്ന നമ്മളെ പറ്റിയും വിളിച്ചു. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നബിതങ്ങൾക്ക് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഖുർആനും ഇസ്രാ മിഅ്റാജുമാണ്. ഈ ഇസ്രാ മിഅ്റാജും ഖുർആനും അല്ല കൊടുക്കുമ്പോൾ അത് ഖുർആനിലൂടെ പറയുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാക്കുണ്ടാകണം. നമ്മളിപ്പോ 50 കൊല്ലം ജോലി നോക്കി അദ്ദേഹത്തിന് നമ്മൾ എന്തെല്ലാം പറഞ്ഞു. അദ്ദേഹം 50 കൊല്ലം നിസ്വാർത്ഥമായ സേവനം അനുഷ്ഠിച്ചു, ഇഖ്ലാസോടുകൂടി പ്രവർത്തിച്ചു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട, അല്ലാതെ അയാൾ 50 കൊല്ലം ജോലി നോക്കി എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ല. അപ്പൊ അദ്ദേഹത്തിന് മഹത്വം കൊടുത്തപ്പോൾ നമ്മൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ അദ്ദേഹം ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തെ സദസ്സിൽ വെച്ച് സംബോധന ചെയ്യാൻ പറ്റിയ സഭ്യതയുള്ള ഒരു വാക്ക് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ അനുമോദിച്ചത്. ഇതുപോലെ ഖുർആനും ഇസ്രാ മിഅ്റാജും അല്ല കൊടുക്കുമ്പോൾ അല്ലാഹു തആല ഏത് വാക്കുകൊണ്ട് പറയണം? നബിക്ക് ഇഷ്ടപ്പെട്ട ഒരു വാക്കുകൊണ്ട് പറയണം. ആ ഇഷ്ടപ്പെട്ട വാക്ക് അബ്ദാണ്. ആ വാക്ക് കൊണ്ട് തന്നെയാണ് വെള്ളം അടിച്ചവനെ അല്ല വിളിച്ചത്. ആ വാക്ക് കൊണ്ടാണ് അല്ലാഹു തആല പലിശ വാങ്ങുന്നവനെയും വിളിച്ചത്. ആ വാക്ക് കൊണ്ടാണ് അല്ലാഹു തആല സീരിയൽ കാണുന്ന പെണ്ണിനെയും അല്ല വിളിച്ചത്. എന്താ? യാ ഇബാദി, എന്റെ ദാസന്മാരെ, എന്റെ ദാസന്മാരെ, സ്വന്തം ശരീരത്തോട് അക്രമം പ്രവർത്തിച്ചു പോയ ദാസന്മാരെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ ഔദാര്യത്തോട് നിങ്ങൾ നിരാശപ്പെടരുത്. നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടാൻ പാടില്ല. ഞാൻ അത്ര കഠിന ഹൃദയനൊന്നുമല്ല. എന്റെ മുമ്പിൽ വന്നിട്ട് യാചിക്കുന്ന ഒരാളെ കൈതട്ടിക്കളയാൻ ഞാൻ ആളല്ല. ദുനിയാവിലൊരു പ്രതി തെറ്റു ചെയ്താൽ, കുറ്റം സമ്മതിച്ചാൽ അവന് ശിക്ഷ ഉറപ്പാണ്. ഇല്ലേ? ഒരാളെ കുത്തിമലത്തിയിട്ട് കത്തിയും കൊണ്ട് കോടതി ചെന്നിട്ട് പറയുന്നു, ഞാൻ അവനെ കുത്തിയെന്ന് പറഞ്ഞാൽ അവൻ അപ്പോഴേ പിടിച്ച് സെല്ലിലടക്കുകയാണ്. അതേസമയം റബ്ബിന്റെ മുമ്പിൽ ഒരാൾ തെറ്റേറ്റു പറഞ്ഞാൽ അവന് രക്ഷ ഉറപ്പാണ്. അതാണ് അള്ളാഹുവും കുട്ടിത്തമ്പുരാക്കന്മാരും തമ്മിലുള്ള വ്യത്യാസം. രാജ്യത്തെ അല്ലെങ്കിൽ ഈ കോടതി ഇരിക്കുന്ന ആളുകൾ, ഞാൻ കോടതിയെ കുറ്റം പറയുന്നല്ല, കുറ്റം പറയേണ്ട വിഷയങ്ങൾ പറയുമ്പോൾ നമ്മൾ പറയേണ്ടി വരും. മുസ്തഫ കമാൽ പാഷ എന്ന് പറയുന്ന അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു. ഒരു പെണ്ണിന് 4 കെട്ടിയവനായ എന്താ കുഴപ്പമൊന്ന്? ഞാൻ പറയുന്നു, നിങ്ങൾക്കറിയോ പാഞ്ചാലിയുടെ കഥ? ഇന്നലെ ശബ്ദം കേട്ട ഹൈന്ദവരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. മഹാഭാരതത്തിലെ രാമായണത്തിലൊക്കെ കഥ പറയുന്നുണ്ട്. എന്ത് കഥയാണ്? പഞ്ചപാണ്ഡവന്മാരെ സ്വീകരിച്ച പാഞ്ചാലി എന്ന് പറയുന്ന പെണ്ണിന്റെ കഥ പറയുന്നുണ്ട് രാമായണത്തിൽ. എന്താണ്? ആ പെണ്ണ് 5 ഭർത്താക്കന്മാരെ സ്വീകരിച്ചു, പഞ്ചപാണ്ഡവന്മാരെ. അവൾക്ക് പേരിട്ടു പാഞ്ചാലി. പക്ഷെ ഒരു നിബന്ധന വെച്ചു. ഒരു ഭർത്താവിനോട് പറഞ്ഞു, 12 വർഷം എന്റെ അടുത്ത്, 12 മാസം എന്റെ അടുത്ത് വരാൻ പാടില്ല, 2.5 മാസം എന്റെ അടുത്ത് കഴിയണം. അടുത്ത ഭർത്താവിന്റെ പറഞ്ഞു, 2.5 മാസം എന്റെ കൂടെ കഴിയണം. അങ്ങനെ ഓഹരി ചെയ്തു കൊടുത്തു. പക്ഷേ യുധിഷ്ഠിരൻ എന്ന് പറയുന്ന ഭർത്താവുമൊത്ത് ശയന റൂമിൽ കിടക്കുമ്പോൾ അർജുനൻ എന്ന മറ്റൊരു ഭർത്താവ് കയറി വന്നു, നിയമം തെറ്റിച്ചു. പാഞ്ചാലി അർജുനോട് പറഞ്ഞു, ഇതിന് നിനക്ക് ശിക്ഷയില്ലാതെ മറ്റൊന്നുമില്ല, അതുകൊണ്ട് 12 വർഷം നീ വനവാസത്തിന് പൊക്കോളാൻ പറഞ്ഞു. 12 വർഷം വനവാസത്തിന് പൊക്കോളാൻ പറഞ്ഞു. ഇല്ലെങ്കിൽ പറയട്ടെ, ഹൈന്ദവ സഹോദരനെ ശബ്ദം ശ്രവിക്കുകയാണല്ലോ. ഒരു പെണ്ണിന് 1-ലധികം ഭർത്താക്കന്മാരുണ്ടായി പോയാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, കാട്ടിൽ കയറി മൃഗങ്ങൾ പിടിച്ച് നമ്മളെ തിന്നുകളയും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതിന് വിവരമുള്ള ആലിമ്യങ്ങളുടെ അടുത്ത് ചോദിക്കണം. അതിനാ പണ്ഡിതന്മാരുള്ളത്. ഒരു നാട്ടിൽ ഒരു വിഷയം വരുമ്പോൾ ആ വിഷയത്തിൽ എന്താണോ അഫ്ളലുൽ ഇൽമി ഇൽമുൽ ഹാൽ, നമുക്ക് ഇപ്പൊ വേണ്ടത് എന്താണ്? ഞാൻ ഇപ്പൊ വലിയൊരു പ്രസംഗം അങ്ങോട്ട് നടത്തിയിട്ട് ഞാൻ നിങ്ങളെ കാര്യം പറയുമ്പോൾ
എനിക്ക് വേണ്ട സാമാന്യ ബോധം, സാമാന്യ വിവരം, സാമാന്യ മര്യാദ എന്ന് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ ടൈം നോക്കുന്നു, നിങ്ങൾ കോട്ടുവാ വിടുന്നു, ഉറങ്ങിത്തട്ടുന്നു, ഇങ്ങനെയൊക്കെ കണ്ടാൽ ഞാൻ ഇവിടെ നിന്ന് ആയത്തോതിക്കൊണ്ടിരിക്കലല്ല. അഫ്ളലുൽ ഇൽമി ഇൽമുൽ ഹാൽ. അപ്പോഴുള്ള ഞാൻ പഠിക്കേണ്ട ഏറ്റവും വലിയ ഇൽമ എന്ന് പറഞ്ഞാൽ പ്രസംഗം നിർത്തുക, നിങ്ങളെ പറഞ്ഞു വിടുക. അതാണ്, അതല്ലേ വേണ്ടത്. സാമാന്യ ബോധം നമുക്കുണ്ടാകണം, ഒരു മര്യാദ നമുക്കുണ്ടാകണം. അതല്ലേ നമുക്ക് വേണ്ടത്. ഒരു മഹാന്റെ കഥ പറയുന്നുണ്ട്. അദ്ദേഹം ഒരാളെ പറ്റി ഉദാഹരണം പറയുന്നുണ്ട്. ഈ കടത്തു വള്ളത്തിൽ യാത്ര ചെയ്യുന്ന ഒരാള്, അയാള് വള്ളത്തിൽ കയറി, ഇങ്ങനെ പാവപ്പെട്ട ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ ഇങ്ങനെ ഒരു കള്ളിമുണ്ടൊക്കെ എടുത്ത്, ഒരു ബനീനൊക്കെ ഇട്ട്, ഒരു തോറത്ത് തലയിൽ കെട്ടിയിട്ട്, ഒരു മുറി ബീഡിയൊക്കെ വലിച്ചിട്ട് ഇങ്ങനെ തുഴഞ്ഞുകൊണ്ട് പോവാൻ. അപ്പൊ സൂട്ടും കോട്ടൊക്കെ ഇട്ട വലിയ ഒരു വിദ്യാഭ്യാസമുള്ള ഒരാള് ഇതിനകത്ത് കയറിയിട്ട് കുറെ ദൂരം അങ്ങോട്ട് ചെന്നപ്പോ എവന്റെ ഈ ലുക്ക് കണ്ടപ്പോ, എവന്റെ ഈ കോലം കണ്ടപ്പോ ഈ കയറിയ ഉദ്യോഗസ്ഥൻ ചോദിച്ചു, ഏയ് നിങ്ങൾക്ക് ബയോളജി അറിയൂ? അപ്പൊ അയാൾ പറഞ്ഞു, എനിക്ക് അറിഞ്ഞൂടാ. അവൻ നിങ്ങളുടെ ജീവിതത്തിന്റെ കാൽഭാഗം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അയാള് പറഞ്ഞു, ബാക്കി മുക്കാലുണ്ടല്ലോ, ഞാൻ എങ്ങനെയും തുഴഞ്ഞ് ജീവിച്ചോളാം, ഒന്നും മിണ്ടാതിരുന്നാ മതി. പകുതി എത്തി, കുറെ അങ്ങ് ചെന്നു. ആ സമയത്ത് വീണ്ടും ഇയാളുടെ ഈ ലുക്ക് കണ്ടിട്ട് ഇയാൾക്ക് രസിക്കുന്നില്ല. ഇയാളെ ചോദിച്ചു, നിങ്ങൾക്ക് ആസ്ട്രോളജി അറിയോ? അയാൾ പറഞ്ഞു, അറിഞ്ഞൂടാ. ജീവിതത്തിന്റെ പകുതിയും പോയിരിക്കാണ്. അയാൾ പറഞ്ഞു, ബാക്കി പകുതി ഉണ്ടല്ലോ, ഞാൻ സന്തോഷത്തോടെ ജീവിച്ചോളാം. അങ്ങനെ ഓരോ ഓളജികളെ പറ്റി ചോദിച്ചപ്പോ അയാൾക്ക് അറിഞ്ഞൂടാന്ന് പറഞ്ഞു. ഇതിനിടയിൽ വലിയ കാറ്റടിച്ചു, വലിയ കാറ്റ്, കൊടുങ്കാറ്റടിച്ചു. ഈ ഇരിക്കുന്ന ഉദ്യോഗസ്ഥൻ പെട്ടെന്ന് ടൈ പിടിക്കും, പെട്ടെന്ന് ബാഗിൽ പിടിക്കും, പെട്ടെന്ന് മൊബൈലിൽ പിടിക്കും, പെട്ടെന്ന് അയാള് വള്ളത്തിൽ പിടിക്കും. ആകെ ഒരു വെപ്രാളം. ഒരു കൂസലും ഇല്ലാതെ തുഴഞ്ഞോണ്ട് നിൽക്കുന്നയാള്, അയാൾക്ക് ഒരു പ്രശ്നവും ഇല്ല. അയാൾ ചോദിച്ചു, ഏയ് നിനക്ക് നീന്തോളജി അറിയോ? അയാൾ അറിഞ്ഞൂടാ. എന്നാ ജീവിതത്തിന്റെ മുഴുവൻ ഇപ്പൊ അങ്ങ് പോവാ. രക്ഷയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കാവശ്യം സാമാന്യ വിവരമാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് അള്ളാഹു വിളിക്കുകയാണ്, എന്റെ അടിമകളെ, എന്റെ അടിമകളെ, എന്റെ ദാസന്മാരെ. അള്ളാഹു ഇത്ര മനോഹരമായിട്ട് വിളിക്കുന്ന വേറെ ഏത് വാക്കാണ്? അള്ളാഹു തെറ്റ് ചെയ്യുന്നവരെയും വിളിച്ചു, യാ ഇബാദി, എന്റെ ദാസന്മാരെ, എന്റെ മക്കളെ. എങ്ങനെയാണോ ആ രീതിയിൽ അള്ളാഹ് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ നിരാശപ്പെടണ്ട, ഞാൻ പാപം പുറത്തു തരാം, ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാം. പക്ഷെ ഒരു നിബന്ധനയുണ്ട്. എന്താണെന്നറിയോ? എന്താ നിബന്ധന? ഒന്ന്, ചെയ്തുകൊണ്ടിരിക്കുന്നത് അവസാനിപ്പിക്കുക, പിന്നെ ചെയ്യരുത്. രണ്ട്, ചെയ്തതിൽ ഒരു ഖേദം നമുക്കുണ്ടാവുക, പടച്ചോനെ ചെയ്തു പോയല്ലോ. മൂന്ന്, ഇനി മേലാ തിരിച്ചാ തെറ്റിലേക്ക് മടങ്ങാതിരിക്കുക. ഇത് അള്ളാഹുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ. ഇനി ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ ഈ മൂന്നിനോടൊപ്പം തന്നെ ഒന്നുകൂടെ ഉണ്ട്. ജനങ്ങളെ വാതോരാതെ പരദൂഷണം പറഞ്ഞു, ഏഷണി പറഞ്ഞു, അവനെ കുഴപ്പത്തിൽ ചാടിച്ചു, അവനെ ചീത്ത വിളിച്ചു, അവനെ മർദ്ദിച്ചു, അവന്റെ അതിര് തോണ്ടി, അവന്റെ പൈസ അടിച്ചു മാറ്റി, അവനെ എല്ലാ രീതിയിലും ഉപദ്രവിച്ചിട്ട് നേരെ റബ്ബിന്റെ മുമ്പിൽ കൈ ഇങ്ങനെ ഉയർത്തി വെച്ചിട്ട് അല്ലാ 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 എന്ന് വിളിച്ച പടച്ചോൻ പുറത്തു വരൂല. നീ അവിടെ നിന്ന് എഴുന്നേറ്റ് അവന്റെ വീട്ടിൽ പോയി ആദ്യം അവനോട് പൊരുത്തം ചോദിച്ച് അവൻ നിനക്ക് മാപ്പ് തന്നാൽ അന്ന് പുറത്തു വരും. കേൾക്കണോ? ഒരു അമുസ്ലിം സഹോദരൻ തൊട്ടപ്പുറത്തെ വീട്ടുകാരനാണ്. നിന്റെ വീടിന്റെ ബാത്റൂമിന്റെ വെള്ളം എല്ലാം കൂടെ അവന്റെ മണ്ടയ്ക്ക്, അവൻ ഹിന്ദു അല്ലേ, കിടക്കട്ടെ എന്ന് പറഞ്ഞ് അടിച്ചങ്ങോട്ട് വെച്ചു കൊടുത്തു. എന്നിട്ട് നീ പള്ളിയിൽ പോയിരുന്ന് ഇങ്ങനെ തസ്ബീഹായിട്ട് മറിച്ച് നടക്കുകയാണ്. പൊന്നു മോനെ, നിന്റെ തസ്ബീഹ് കളഞ്ഞിട്ട് നീ ആദ്യം പോയിട്ട് ആ വെള്ളം തിരിച്ചു വിട്ടിട്ട് അവനടുത്ത് പൊരുത്തം ചോദിക്ക്. സംഭവിച്ചു പോയി. അവിടെ ഇസ്ലാം ഒരിക്കലും മതത്തിന്റെ അതിർവരമ്പുകൾ അവിടെ വരച്ചു കാണിച്ചിട്ടില്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവർക്കും പരലോകം ഉണ്ടെന്നല്ലേ വിശ്വസിക്കുക, അല്ലേ? നമ്മൾ മാത്രമാണോ? ഇവിടെ ക്രിസ്ത്യാനികളുണ്ടോ? ഉണ്ടോ? ക്രിസ്ത്യൻ പള്ളിയുണ്ടോ? ഒരു 10 കിലോമീറ്ററിന്റെ ഉള്ളിലുണ്ടോ? ഉണ്ട്. ക്രിസ്ത്യാനികളുടെ പള്ളികളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമുക്ക് മാത്രമാണോ സ്വർഗമുള്ളത്? നമുക്ക് മാത്രമാണോ? അല്ല. നമ്മൾ മാത്രമല്ല സ്വർഗത്തിൽ വിശ്വസിക്കുക. അമുസ്ലിം സഹോദരങ്ങൾ, ക്രൈസ്തവ സഹോദരങ്ങളെ സൺഡേ സ്കൂളിലൊക്കെ നിങ്ങൾ നോക്ക്, അവരൊക്കെ പറയുന്നത് എന്താണ്? ഞായറാഴ്ചകളില് ക്രിസ്ത്യാനികള് പള്ളിയിലെ ആ പള്ളിയിലെ ഫാദറിന്റെ മുമ്പിൽ, വികാരി അച്ഛന്റെ മുമ്പിൽ ചെന്ന് കുരിശുമാല അണിഞ്ഞിട്ട് അവര് കുമ്പസാരം നടത്തിയിട്ട് അവർ പറയുന്നത് എന്താണ്? അവര് പ്രാർത്ഥിക്കുന്നത് എന്താണ്? പരലോകമുണ്ടെന്നല്ലേ അവര് പ്രാർത്ഥിക്കുന്നത്. അവര് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വാചകങ്ങൾ എന്താണ്? എൻ സ്വദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശിവാസിയാണല്ലോ,
അക്കരെയാണ് എന്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോന സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ ഒരുവൻ പടവിലുണ്ട്. അവർ പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാണ്. എല്ലാം കണ്ടുകൊണ്ടൊരു ദൈവം ഇരിപ്പുണ്ട്. ഇവിടെയല്ല എന്റെ ജീവിതം, അവിടെയാണ്. പ്രാർത്ഥന നമുക്ക് മാത്രമല്ല, അവരും പ്രാർത്ഥിക്കുന്നവരാ. പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോനെ നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ. അവര് പറയുന്നതാണ്, അവര് പ്രാർത്ഥിക്കുന്നു. അവർക്കും പ്രാർത്ഥനയുണ്ട്, നമുക്കും പ്രാർത്ഥനയുണ്ട്. സ്വർഗം അവർക്കുമുണ്ട്, നമുക്കുമുണ്ട്. അവര് പറയും, കേൾക്കണേ എന്റെ പ്രാർത്ഥന, നൽകണേ യാചന. അവര് പറയും, ഞങ്ങളുടെ ദുആ, ഞങ്ങളുടെ പ്രാർത്ഥന, യാചന ഒന്ന് സ്വീകരിക്കണേ എന്ന് പറഞ്ഞിട്ട് അവര് ദുആ ചെയ്യുമ്പോൾ നമ്മളും ദുആ ഇറക്കുന്നു. ഹൈന്ദവർ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഓം സദോമാം സദ്ഗമയ തമസോമാം ജ്യോതിർഗമയ മൃത്യോമാം അമൃതം ഗമയ. എന്താ ഹൈന്ദവ സഹോദരങ്ങൾ കേൾക്കല്ലേ? ഓം സദോമാം സദ്ഗമയ തമസോമാം ജ്യോതിർഗമയ മൃത്യോമാം അമൃതം ഗമയ. ഓം ശാന്തി, ഓം ശാന്തി, ഓം ശാന്തി. ഓംകാര പ്രാർത്ഥന. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് ഞങ്ങളെ കൈപിടിച്ചു നിർത്തണേ ഈശ്വര. അധർമ്മത്തിൽ നിന്ന് ധർമ്മത്തിലേക്ക് ഞങ്ങളെ കൈപിടിച്ചു നിർത്തണേ ഈശ്വര. അനീതിയിൽ നിന്ന് നീതിയിലേക്ക്, ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഞങ്ങളെ ഒന്ന് കൈപിടിച്ചു രക്ഷിക്ക് ഈശ്വര എന്ന് ഹൈന്ദവ സഹോദരങ്ങൾ ഓംകാര പ്രാർത്ഥനയിൽ അവർ പ്രാർത്ഥിക്കുമ്പോൾ ക്രിസ്ത്യാനികൾ പ്രാർത്ഥിക്കുന്നു, സ്വർഗനാട്ടിലെ പ്രിയൻ തീർത്തിടും സ്വന്ത വീട്ടിൽ ചേർന്നിടുവാൻ മമകാന്തനെ ഒന്ന് കാണുക ദിനം കാത്തു പാത്തിടുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ ദൈവത്തെ കാണാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കാൻ. നമ്മളാണെങ്കിലോ അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ. അല്ലാഹുവേ ഞങ്ങളുടെ ദുആ സ്വീകരിക്ക്, ഞങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്ത്, ഞങ്ങളെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവാ. എല്ലാ മതങ്ങളും പറയുന്ന ഒന്ന് തന്നെയാണ്. എല്ലാവരുടെയും രക്തം ചുവപ്പ് തന്നെയാണ്. എല്ലാവരുടെയും നാവ് തന്നെയാണ് രുചിക്ക് അറിയിക്കുന്നത്. എല്ലാവരുടെയും കണ്ണ് തന്നെയാണ് കാഴ്ച അറിയിക്കുന്നത്. എല്ലാവരുടെയും ശ്രവണപുടങ്ങൾ തന്നെയാണ് കേൾവി അറിയിക്കുന്നത്. എല്ലാവരുടെയും ശരീരത്തിന്റെ തൊലി തന്നെയാണ് സ്പർശനശേഷി അറിയിക്കുന്നത്. പിന്നെ എവിടെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ അവരുടെ വിശ്വാസം? ചിലർ വിശ്വസിക്കുന്നു ഇന്നതാണ് ശരി, ചിലർ വിശ്വസിക്കുന്നു ഇന്നതാണ് ശരി, ചിലർ വിശ്വസിക്കുന്നു ഇന്നതാണ് ശരി. എന്തിനാണ് തമ്മിലടിക്കുന്നത്? മതങ്ങൾ മനുഷ്യനെ അടുപ്പിക്കാനാണ്, അടിപ്പിക്കാനല്ല. അത് മനസ്സിലാക്കുക. അതുകൊണ്ട് ഞാൻ അറിഞ്ഞെടുത്തോളം കണ്ണൂർ ജില്ലയാണ്, എന്തു പറഞ്ഞാലും പേടിക്കേണ്ട ജില്ലയാണ്. പക്ഷേ ഞാൻ ഈ നാടിനെ പറ്റി മുഴുവനായിട്ടൊന്ന് പഠിച്ചു. ഈ നാട്ടിൽ ഹൈന്ദവനും ക്രിസ്ത്യാനിയും മുസൽമാനും സന്തോഷത്തോടെ കഴിയാൻ അള്ളാഹു നിലനിർത്തി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ ഏതെങ്കിലും ഒരു മുസ്ലിം വീണുപോയാൽ, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു മുസ്ലിം തളർന്നു വീണാൽ, അമ്പലത്തിൽ പോകുന്നവന് വണ്ടി എടുത്തുകൊണ്ടിട്ട് പോകണം. അമ്പലത്തിൽ പോയിട്ട് വരുന്നവന് മറിഞ്ഞു വീണാൽ ചർച്ചിൽ നിന്ന് ഇറങ്ങി വരുന്നവൻ രക്ഷപ്പെടുത്തണം. അങ്ങനെയാണ് മനുഷ്യന്. പിന്നെ പരലോകത്ത് ഇവിടെ എല്ലാവർക്കും ഒരുപോലെ, പരലോകത്ത് നല്ലതാര് ചെയ്തു അവരവരുടെ വിശ്വാസം അവരവരുടെ രക്ഷിക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്ലാം പറയുന്നു ഇസ്ലാമാണ് ശരിയെന്ന്. കാരണം അള്ളാഹുവിന്റെ ആയത്തുകളും ഹദീസുകളും റസൂലുള്ളാഹിന്റെ ഹദീസുകളും മുൻനിർത്തിയിട്ട് നമുക്ക് വിശദീകരിക്കാൻ കഴിയും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളിലേക്ക് പറയാനുള്ളത്, തമ്മിലടിക്കാതെ ഈ ഒരു മതേതരത്വം, ഈ ഒരു പരസ്പരമുള്ള സാഹോദര്യം അത് നിലനിർത്തണം. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.